ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 13 കൊല്ലമായിട്ടാണ്. എനിക്ക് 83 വയസ്സായി. 83 വയസ്സായി. കാരണം എൻ്റെ വാപ്പക്ക് ഉണ്ടായ മക്കളൊക്കെ മരിച്ചുപോയി. ലാസ്റ്റ് ഉണ്ടായ മോനെ ഞാനൊരു ഉസ്താദ് പറഞ്ഞ് വാപ്പനോട്, ഇതിൻ്റെ നേരെ മൂത്തേനെ വാപ്പ ജീവനോട് കണ്ടില്ല, പ്രസവിച്ചെന്ന് പറഞ്ഞ് കാണാൻ പോകാമെന്ന് വിചാരിച്ചാൽ നിൽക്കുമ്പോൾ മരിച്ചെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. പിന്നെ മരിച്ച മയ്യത്തിനെ എൻ്റെ വാപ്പ കണ്ടത്, എൻ്റെ നേരെ മൂത്തേന. എന്നതിൻ്റെ ശേഷം ഒരു ഉസ്താദ്, പള്ളിയിലെ ഉസ്താദ് പറഞ്ഞ് മൊയ്തീൻ സൈൻ്റെ പേരിൽ നേർച്ച ചേർന്നാൽ മക്കളുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നേർച്ച കണ്ടിട്ട് മക്കൾ ഉണ്ടായതാണെന്നും പറഞ്ഞിട്ട് ചോറ് വെക്കാൻ അരി കൊണ്ടുപോകുന്ന നേരം അതിൻ്റെ അകത്തിന് ഒരു പിടി അരി എടുത്തിട്ട് പിന്നെ വീഞ്ഞിട്ട് ഒരു പാത്രത്തിലിടും. അതെടുത്തിട്ട് ആ മാസിൽ മൗലൂദ് ഓതൽ മൊയ്തീൻ സൈൻ്റെ പേരിൽ. കൊല്ലത്തിൽ ഒരാണ്ട് കഴിക്കും. അത് ഒരു കോയിന് വീഞ്ഞിട്ടിട്ട് അതിലറുത്തിട്ടാണ് കഴിക്കുക. അങ്ങനെ പോന്ന് 70 വയസ്സ് വരെ അങ്ങനെ പോന്ന് ഞാൻ. എൻ്റെ ചെറിയ മോന് ഗൾഫിൽ പോയടുത്തുനിന്ന് സാമ്പത്തികമായി AC മെക്കാനിക്കിനെ പണിക്കാൻ പോയത്. അവിടെ ചെന്ന് 3 മാസമേ പണിയെടുത്തുള്ളൂ. അന്ന് 3 മാസം ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ പോരെ. 3 മാസമേ പണിയെടുത്തുള്ളൂ. 3-ാം മാസം പണിയെടുത്തപ്പോൾ കാലം സാമ്പത്തിക മാന്യമായിട്ട് ദുബായിലായി പോയത്. സാമ്പത്തിക മാന്യമായിട്ട് പിരിച്ചു വിട്ടു. അന്നപ്പം ഫസ്റ്റ് കിട്ടിയ ശമ്പളം ഞങ്ങളെ പണ്ടിരത്തുള്ളൊരു സുന്നിപ്പള്ളിയുണ്ട്, അവിടെ ആൾക്കാണ് കൊടുത്തത്. പിന്നെ 2 മാസം കൂടി പണിയെടുത്ത് അത് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക മാന്യമായി പിരിച്ചു വിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ്റെ അർത്ഥം നോക്കി മനസ്സിലാക്കി, ഹദീസും കുറേ വായിച്ചൊക്കെ നോക്കി, അങ്ങനെ ഈ ഖുർആൻ്റെ പരിഭാഷ ഒന്നായിട്ട് അതുമായിട്ടാണ് വീട്ടിലെത്തിയത്. അന്നപ്പം എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുന്നേ വാപ്പനോട് പറഞ്ഞിരുന്നു, മോനെ ഖുർആനിലുള്ളത് മുഴുവനും ശരിയാണ് എന്ന് പറഞ്ഞിരുന്നു. അന്നപ്പോൾ ഇവന് കൊണ്ടുവന്ന ഖുർആൻ്റെ പരിഭാഷ ഞാൻ തപ്പിപ്പിടിച്ച്. ഞാൻ സ്കൂൾ പഠിച്ചിട്ടില്ല. എൻ്റെ വാപ്പ ആര്യത്ത് പഠിക്കേണ്ടെന്നും പറഞ്ഞ് സ്കൂൾ പറഞ്ഞയച്ചില്ല. പിന്നെ വൈകുന്നേരം വരെ മദ്രസയിൽ ഓതുന്ന നേരം സ്കൂൾ പോകാത്ത കുട്ടികൾക്ക് തറ പന തറ എന്നൊക്കെ ബോർഡുമ്പോൾ ഉസ്താദന്മാർ എഴുതി തന്നിട്ടുള്ള വിവരമേ ഉള്ളൂ, അല്ലാതെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരമില്ല. അന്നപ്പോൾ അങ്ങനെ കുറച്ച് വലിപ്പം വെച്ചപ്പോൾ പേപ്പറൊക്കെ ഇങ്ങനെ കുറേശ്ശെ നോക്കി, അങ്ങനെയുള്ളൊരു ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. അകത്ത് 10 കിതാബൊക്കെ മദ്രസയിൽ പോയിട്ട് ഓതിയിരുന്നു. പിന്നെ ഓത്തൊന്നും ഇത്ര ക്ലിയർ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള പഠിപ്പിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണുള്ളത്. ഓലിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. അങ്ങനെ ഈ 70 വയസ്സായതിൻ്റെ ശേഷമാണ് ഞാൻ അങ്ങനെ ഇതിലൊക്കെ 70 വയസ്സായതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അന്നപ്പോൾ വരാനുണ്ടായ കാരണം ഖുർആൻ നോക്കിയിട്ടാണ്. ഖുർആൻ ഉണ്ടായ ഇത് നോക്കിയപ്പം ഇതിൽ എല്ലാം വായിക്കാനിപ്പോൾ സമയമില്ലാനും നിങ്ങൾക്കും കേൾക്കാനുള്ള സമയമല്ല. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ അടയാളം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കേൾക്കുകയാവുകയും ചെയ്തിട്ട് അത് നിങ്ങളും നോക്കിക്കോളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിലേക്ക് വന്നാൽ മതി. അള്ളയും റസൂലും പറയും പോലെ കേൾക്കണം. അള്ളാഹ് പറയുന്നത് ഖുർആനിലാണുള്ളത്, നബി പറയുന്നത് ഹദീസിലും. എന്നാൽ ഖുർആനിനകത്ത് പറഞ്ഞ നബി പറഞ്ഞത് പള്ളിയിൽ പോയാൽ പെണ്ണുങ്ങൾക്ക് ഹറാമ് എന്നൊക്കെയാണ് ഉസ്താദന്മാർ പറയുന്നത്. അങ്ങനെ എവിടെയും ഖുർആനിൽ എവിടെയും കാണില്ല. ഖുർആനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വായിക്കാം. തബാറക്ക ആദ്യത്തെ ഇതാണ്. അല്ല, ഫാത്തിഹ കഴിഞ്ഞിട്ടല്ല, തബാറക്ക യൂസിനകത്താണ്. എത്രാമത്തെ അധ്യായം എന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. 2-ാമത്തെ സൂറത്ത് അൽ ബക്കറ 187-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് ഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഫി ഇല്ലാ നിസാഅക്കും ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുല്ലഹുന്ന അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനു അൻഫുസക്കും വതാബ അലൈക്കും വഅഫാ അൻകും
والآن ياسرون وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الغيظ إلا البيض الأبيض من الغيظ الأنفس من فجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المسجد لله تلك حدود الله ولا لكم تقربوا هذا يبين الله آياته للناس ലഅല്ലക്കും തത്തഖൂൻ. അതിൻ്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞുതരാം. നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകളുമായി നിങ്ങൾ വേഴ്ച നടത്തുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്കുള്ള വസ്ത്രവും നിങ്ങൾ അവർക്കുള്ള വസ്ത്രവുമാകുന്നു. വഞ്ചിച്ചിരിക്കുകയാണെന്ന് അള്ളാഹുവിന് അറിയുന്നുണ്ട്. അവന് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും നിങ്ങൾക്ക് മാപ്പരുളുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇനി നിങ്ങൾ അവരുമായി സഹകരിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചു തന്ന തേടുകയും ചെയ്യുവീൻ. ഉഷസ്സിൻ്റെ കറുത്ത നൂല് വെളുത്ത നൂലും ഒന്നിച്ചിട്ടാൽ വെളുത്ത നൂലും നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതുവരെയും നിങ്ങൾ നോമ്പ് തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. നോമ്പിനന്ന് വെളുത്ത നൂലും കറുത്ത നൂലും ഇഷ്ടത്ത് വെച്ചാൽ ഏതാണ് വെളുത്തത് കറുത്തത് എന്ന് തിരിച്ചറിയുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പിന്നീട് രാത്രി വരെ വൃദ്ധം പൂർത്തീകരിക്കുകയും ചെയ്യുവീൻ. പള്ളിയിൽ ഭജന ഇരിക്കുമ്പോൾ നിങ്ങൾ അവരുമായി സംസർഗം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളാണിത്. അവരോട് നിങ്ങൾ അടുക്കരുത്. ഇപ്രകാരം അള്ളാഹു തൻ്റെ സന്ദേശം മനുഷ്യർക്ക് വിവരിച്ചു കൊടുത്തിരിക്കുന്നു, അവർ സൂക്ഷിക്കുന്നതിനായി വേണ്ടി. അതായത് നമ്മളിപ്പം പെണ്ണുങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. പകൽ രാത്രി ബന്ധപ്പെടാൻ പാടില്ല വിചാരിച്ചാൽ അവർ രാത്രി ബന്ധപ്പെടാതിരുന്നു. പിന്നെ അവർക്ക് രാത്രി എന്തായി, പിന്നെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കലുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും അവസാനത്തെ 10. അന്നപ്പോൾ ഈത്തിക്കാഫിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരുടെ അടുത്ത് പോയി നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യുക. ഈത്തിക്കാഫിരിക്കുന്നവരെ ഈത്തിക്കാഫിരിക്കുക എന്നാൽ അല്ലാതെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകരുതെന്ന് ഖുർആനിലെവിടെയും പറഞ്ഞതായിട്ട് കാണുന്നില്ല. അതാണ് പറഞ്ഞത്. പിന്നെ ഒരു പെണ്ണുങ്ങൾ നബീൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ നിങ്ങളൊപ്പുറം പള്ളിയിൽ വന്നിട്ട് വേറെ പെണ്ണുങ്ങളൊപ്പുറം നിസ്കരിക്കും പോലെ എനിക്കും നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ പെണ്ണുങ്ങളോട് നബി പറഞ്ഞ്, എനിക്ക് വീടിൻ്റെ ഉള്ളിലാണ് എനിക്ക് സ്ഥാനം. ഹദീസാണ് അത്. ആ പെണ്ണിന് മാത്രം ബാധിക്കുന്ന, രണ്ടാമത്തെ പെണ്ണിനോട് പറഞ്ഞിട്ടില്ല. ഈ മറിയം ബീവിനെ പള്ളിയിൽ വയറ്റിലുള്ളപ്പോൾ നേരത്തെ ഇറങ്ങിയ പള്ളിയിൽ ഇതുമത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് നോക്കുമ്പോൾ പെണ്ണായിപ്പോയി. ആണാണ് വിചാരിച്ചാൽ നേരത്തെ ആയിരുന്നു. അന്ന് പള്ളിയിൽ കൊണ്ടാക്കി ഒരു 10-12 വയസ്സായപ്പം
അന്നപ്പോൾ അതിന് ഭക്ഷണവും കാര്യമൊക്കെ കൊടുക്കാൻ സക്കരിയ നബിയെ ഏൽപ്പിച്ചു. സക്കരിയ നബി എന്ന് പറഞ്ഞ ആൾ മറിയം ബീവിൻ്റെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് ഒരു നബിയാണ്. അന്നപ്പോൾ സക്കരിയ നബിക്ക് 80-88 വയസ്സുണ്ട്. എന്നിട്ട് അതുവരെ മക്കളില്ലാത്ത സക്കരിയ നബി മക്കളില്ലാത്ത ഭക്ഷണമായിട്ട് അയാൾ ചെല്ലുമ്പോൾ മറിയം ബീവിൻ്റെ ഇരത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും. ഇത് എവിടെ നിന്ന് കിട്ടി മറിയമേ എന്ന് ചോദിച്ചപ്പം ഇത് അള്ളാഹ് തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് മറിയം ബീവിനോട് ദ്വാരണിയില്ല, അല്ലാതെ മറിയം ബീവി എനിക്ക് മക്കളുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചവനോട് പറയും എന്ന് പറഞ്ഞില്ല. അവിടെ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് പഠിച്ചവനെ എനിക്ക് മക്കളെ കൊണ്ടുവന്ന് അള്ളാഹ് മക്കൾ കൊടുത്തതെന്ന് ഖുർആനിൽ. അത് ഖുർആൻ വായിച്ച് നോക്കിയാൽ അറിയാം മക്കൾ കൊടുത്തതെന്ന് ഖുർആൻ. മക്കളെ പേര് യഹ്യാന്ന് വരെ ഖുർആനിലുണ്ട്. എന്നാൽ ഖുർആൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ഇത് കോഴിക്കോട് വലിയ കാലത്ത് ഇമ്പിച്ചിക്കോ തങ്ങളെ ഖുർആൻ്റെ പരിഭാഷ. ഇത് ഞാൻ മറ്റേ മുജാഹിദുടെ ഖുർആൻ്റെ പരിഭാഷ വായിച്ച് നോക്കി. അന്നപ്പം അത് വായിച്ച് നോക്കുമ്പോൾ ഒരു മുജാഹിദോട് ഉസ്താദിന് കാണിച്ചു കൊടുത്ത ഉസ്താദ് പറഞ്ഞു അത് നിങ്ങൾ കുപ്പക്കുണ്ടയിൽ കൊണ്ടിട്ടേക്ക്, അത് വായിക്കരുത് എന്നാണ്. അന്നപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കോഴിക്കോട് വലിയ അങ്ങാടിയിൽ പോയിട്ട് ഇറ്റാലി ഒരു ഖുർആൻ്റെ പരിഭാഷ 550-650 എത്ര ഉറുപ്പ്യ കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഈ ഖുർആൻ്റെ അകത്ത് ഈ മറ്റേ 3 ആൾക്കാർ ഇതിന് അവതാരിക ഇരിക്കുന്നു. ലീഗിൻ്റെ പ്രസിഡൻറ്റ് ഷിയാബ് തങ്ങളില്ലേ, അന്ന് അയാൾ വേറെ ഏതോ 2 തങ്ങന്മാരും ഇരിക്കുന്നു അവതാരിക. അങ്ങനത്തെ ഈ ഖുർആൻ്റെ പരിഭാഷയാണ്. അങ്ങനെ വായിച്ചു വെക്കുമ്പോൾ അതിലുള്ളത് ഇതിലുള്ളതും ഒരേ കണക്കാണ്. ഒരു സ്ഥലത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് വ്യത്യാസമുള്ളത് ഞാൻ പറയാം. ഇത് ഇവിടെ മറ്റേതുണ്ട്. ഈ ഖുർആൻ്റെ പരിഭാഷയാണ് ഇത് മുജാഹിദുള്ള ഖുർആൻ്റെ പരിഭാഷയാണ്. ഇതിൻ്റെ അകത്ത് അടയാളം അതേമാതിരിയുള്ള അടയാളം ഇതിനും വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലത്തതാണ് വായിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഇത് വായിക്കുകയാണല്ലോ അറിയേണ്ടത്, എനിക്കും അറിയേണ്ടത് അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒന്ന് മാത്രം വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കയ്യേക്ക്, കാരണം അതിൻ്റെ അരിയത്ത് എത്തട്ടെ എന്നിട്ട് പറയാം. ആ മറിയം ബീവിനെ പള്ളിയിൽ നിൽക്കുന്നിരിക്കുന്ന മറിയമ്മിനെ വിളിച്ചിട്ട് അറിയാം, യാ മറിയം ഇന്നക്ക് നീ റബ്ബി വസ്തുതി വർക്കൈ മയറാക്കീൻ. അതിൻ്റെ അർത്ഥം, ഓ മറിയം നിങ്ങളുടെ നാഥനെ നിങ്ങൾ കീഴ്പ്പെടുകയും സാഷ്ടാംഗം ചെയ്യുകയും തല കുനിക്കുന്നപോലെ കൂടെ നിങ്ങളും തല കുനിക്കുക. അല്ലാണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്. പള്ളിയിൽ പള്ളിയിൽ അടിച്ചു വാരുക ഇതൊക്കെ ചെയ്യാനായിട്ട് ആണ് നേർച്ച ആണല്ലോ. അന്നപ്പോൾ പള്ളിയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇടവ് കുത്തിയിരുന്നിട്ട് നിസ്കരിച്ചാൽ പോരാ. പള്ളിയിൽ എല്ലാവരും വന്ന് നിസ്കരിക്കുന്ന പോലെ കൂടുതൽ എല്ലാവരും കുമ്പിടും പോലെ നീയും കുമ്പിടുക എന്ന് പറഞ്ഞു. അന്നപ്പോൾ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ എല്ലാവരും കൂടുതൽ നിസ്കരിക്കണമെന്നാണ് ഖുർആനിൽ അള്ളാഹ് പറയുന്നത്. നമ്മൾ കേൾക്കുക പള്ളിയിൽ ഖുർആനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഇത് പറയുന്നത് നിസാ സൂറത്ത് നിസാ 4-ാമത്തേലാണ് പറയുന്നത്. ഇത് 4-ാമത്തേൽ 56-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ നാം അഗ്നിയിൽ കടത്തിവിടുകയും ചെയ്യും. അവരുടെ തൊലികൾ കരിഞ്ഞു കഴിയുമ്പോഴെല്ലാം വേറെ തൊലികൾ നാം അവർക്ക് പകരം കൊടുക്കുകയും അവർ ശിക്ഷ രുചിച്ച് നോക്കുവാൻ വേണ്ടിയാണ്. തീർച്ചയായും അള്ളാഹു അജയ്യനും തത്വജ്ഞാനിയും ആകുന്നു. അതായത് തീയിലിട്ട് നമ്മൾ ഫിർഔൻ ഇവിടെ നരകം ഉണ്ടാക്കിയിട്ടുണ്ട്. വിറക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് കഴിയുക. ഫിർഔനിൻ്റെ നരകത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നരകം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹുവിനെ നരകത്തിലിട്ടിട്ട് നമ്മൾ തീയിനോട് പറയും അവൻ്റെ ദേഹത്ത് കത്താൻ പറയും. അങ്ങനെ തീ നമ്മുടെ ദേഹത്ത് തന്നാലെ കത്തുക, അല്ലാണ്ട് പെട്രോൾ വെച്ചിട്ടോ മണ്ണെണ്ണ വെച്ചിട്ടോ വിറക് കത്തിച്ചിട്ടൊന്നുമല്ല. അന്ന് കത്തുമ്പോൾ നമ്മൾ ദേഹത്ത് ഇങ്ങനെ കത്തുമ്പോൾ തൊലി ഉരുകിപ്പോകുമ്പോൾ വേറെ തൊലി ഇട്ട് തരും വേദന ആസ്വദിക്കാൻ. അന്നപ്പോൾ ഇത് കേട്ടിട്ട് ബ്രിട്ടനിൽ ഏറ്റവും മുന്തിയ ഒരു ഡോക്ടർ ഇസ്ലാമിൽക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും മുന്തിയ ഡോക്ടർ. കാരണം തൊലിപ്പുറത്തെ വേദന നമുക്ക് തീ കത്തിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ സൂചി കൊണ്ട് കുത്തി നോക്കുക എവിടെ തൊലി ആകാത്തതുള്ളത്
എന്നറിയാൻ വേണ്ടി തൊലി ഇട്ട് നോക്കും. അങ്ങനെ ചെയ്യലാണ് ചെയ്യുക. അങ്ങനെ തൊലി ഇട്ട് നോക്കും. എന്നാൽ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നാൽ ഡോക്ടർമാർക്ക് മനസ്സിലാകും തൊലിപ്പുറത്ത് ആ വേദന ഉള്ളതെന്ന്. എന്നപ്പോൾ ഇയാൾ ജീവിക്കുമാകുന്നു കണക്കാക്കിയിട്ട് ചികിത്സ ചെയ്യൽ സൂചി കൊണ്ട് കുത്തി നോക്കിയിട്ടാണ്. എന്നപ്പോൾ തൊലിപ്പുറത്ത് ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തൊലിക്ക് തീയിനോട് കത്താൻ പറയുക. നമ്മൾ ദേഹത്ത് പഠിച്ചോനാവൊക്കെ സാധിക്കുന്ന അങ്ങനെയാ. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ള ആളാണ്. എന്നപ്പോൾ ആ കഴിവിനനുസരിച്ച് അള്ളാഹ് അങ്ങനെ ഇട്ട് തരും. എന്നപ്പോൾ നമ്മൾ വേദന ആസ്വദിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. അന്നപ്പോൾ ഈ ആൾക്കാർ ഖുർആൻ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വരിക. നമ്മളെ ഇവിടെയുള്ള ആൾക്കാർ ഖുർആൻ നോക്കാൻ വിടുന്നില്ല. അങ്ങനെയാണ് സ്ഥിതി. കുറച്ച് ഭാഗം ഇങ്ങനെ അടയാളം വെച്ചിട്ടുണ്ട്. എല്ലാം വായിക്കേണ്ടത് തന്നെ, എല്ലാം വായിച്ചു നോക്കണം. നമുക്ക് എനിക്കെൻ്റെ മനസ്സിന് തോന്നിയത് അടയാളം വെച്ചെന്നുള്ളതാണ്, ആരോടും പറഞ്ഞിട്ടും ആയിട്ടൊന്നുമില്ല. സൂറത്ത് 9-ാമത്തെ സൂറത്ത് തൗബയിലാണ് പറയുന്നത്. ഏടാന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഖുർആനെടുത്ത് വായിച്ച് നോക്കിയാൽ മതിയല്ലോ. 9-ാമത്തെ സൂറത്ത് 34. വിശ്വസിച്ചവരെ ഇതാണ് വ്യത്യാസമുള്ളത്. മറ്റേ മുജാഹിദിലും മറ്റേലൊക്കെ ആയിട്ടുള്ളത്. വിശ്വസിച്ചവരെ ജൂത പണ്ഡിതന്മാരിലും ക്രിസ്തീയ പുരോഹിതന്മാരിലും കൂടുതൽ പേരും ജനങ്ങളുടെ കൂടുതൽ പേരും ജനങ്ങളുടെ സ്വത്തുകൾ അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുമാണ് ചെയ്യുന്നത്. സ്വർണം അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയാണ്. ആര്? ക്രിസ്തീയ പുരോഹിതന്മാരും യഹൂദ പണ്ഡിതന്മാരും. അതിപ്പം ചെയ്യുന്നത് ആരാണ്? നമ്മളെ പള്ളിയിലെ മുസ്താദന്മാരാണ്. ജനങ്ങളെ നല്ല വഴിക്ക് പറഞ്ഞേക്കാണ്ട് മൗലൂദും കുത്തിവത്തും റാദീബും ശിർക്കും വിദ്യാർത്ഥവും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഓരോ പൈസ കയ്യിലാക്കുക പണ്ഡിതന്മാരിലുണ്ട്. അത് ഇതിൻ്റെ അകത്ത് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നപ്പോൾ ആലോചിച്ചില്ല ഇത് വെക്കാൻ. അതിൽ ഇത് പറഞ്ഞിട്ട് വേറൊന്നുമില്ല. ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ പണം അന്യായമായി തിന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ. യഹൂദ നസ്രാണികളെ പറയില്ല. യഹൂദ നസ്രാണികൾ ഒരു പണിയെടുക്കുന്നത് ഇപ്പോൾ നമ്മളെടുത്താലും കണക്കാനാണല്ലോ. എൻ്റെ വാപ്പ ഒരു പണിയെടുക്കുന്നുണ്ട്, അത് മോശമാണെന്ന് അള്ളാഹ് പറയുക. അതേ പണി ഞാനും എടുത്താലും കണക്കാണല്ലോ, അതിന് വ്യത്യാസമില്ലല്ലോ. അങ്ങനെയാണത്. അത് വേറെ നോക്കാനൊന്നുമില്ല. അത് മാത്രമേ ഈ സുന്നികളെ ഖുർആൻ്റെ അകത്ത് പരിഭാഷയിലുള്ളതും മുജാഹിദുകളുടെ പരിഭാഷേൻ്റെ അകത്തുള്ള വ്യത്യാസം അതേ ഉള്ളൂ. വേറെയുള്ളതൊക്കെ കണക്കാണ്. പിന്നെ ഓടി വാ, പാഞ്ഞി വാ, മണ്ടി വാ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളല്ലാതെ കണ്ടിട്ട് വേറെ പ്രത്യേകതയായിട്ടുള്ളൊരു വ്യത്യാസങ്ങളില്ല. സൂറത്ത് ഫുർഖാൻ, സൂറത്ത് 25-ാമത്തെ സൂറത്ത് 25-30. ദൂതർ പറഞ്ഞു, എൻ്റെ നാഥ, എൻ്റെ ജനത ഈ ഖുർആനിനെ വർജിച്ചിരിക്കുന്നു എന്ന്. മൈസറയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നമ്മളെ സമുദായമായ മുസ്ലിങ്ങൾ ഈ ഖുർആനിനെ വർജിച്ചിരിക്കുകയാണ്. അന്നപ്പോൾ ഖുർആൻ ഓതുന്നുണ്ട് എന്നുള്ള അല്ലാണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ഖുർആൻ വിറ്റ് പൈസ ആക്കിയിട്ടാണ് ജീവിക്കുന്നത്. 650 ഉറുപ്പ്യ നീൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതേ സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു പൈസയും വാങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പൈസയും കൊടുക്കുകയും വേണ്ട, വെറുതെ കൊടുക്കുക. സൂറത്ത് ലുക്കുമാനിലാണ് വിനയത്തത്. ലുക്കുമാനിൽ 30-ാമത്തെ സൂറത്താണ്. 21-ാമത്തെ സൂറത്ത്. അതിൽ 21-ാമത്തെ അധ്യായത്തിലാണ് അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിന്തുടരുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ പിതാക്കളെ ഞങ്ങൾ ഏതൊന്നിലാണോ കണ്ടത് അത് മാത്രമേ ഞങ്ങൾ പിന്തുടരുകയുള്ളൂ എന്ന് അവർ പറയുകയും പിശാച് അവരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുക.
അന്നപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഇറക്കിയൽക്ക് വരി റസൂൽ ഇറക്കിയൽക്ക് വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് പറയും നമ്മളെ പിതാക്കന്മാർ ഏതൊരു വഴിയിലാണോ കണ്ടത് അത് മതിയെന്ന് പറയും. മൊയ്ലാമാർ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, പിതാക്കന്മാർ എഴുതോണൊക്കെ വായിച്ചാൽ മതി, ഖുറാൻ നോക്കേണ്ട ആവശ്യമല്ല. ഈ കഴിഞ്ഞ ജനുവരി 1 മുതൽ 15 വരെ വയനാട്ടിൽ അമ്പലവയൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഈ പൂപ്പൊലി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അവിടെ വെച്ചിട്ട് ഖുർആൻ്റെ പരിഭാഷ കൊണ്ടുപോയിട്ട് രാവിലെ മുതൽ രാത്രി 10 മണി വരെ തണുപ്പും കൊണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ, മുജാഹിദിൻ്റെ ആൾക്കാർ ഖുർആൻ്റെ പരിഭാഷ കൊടുക്കാനായിട്ട് കൊണ്ടുനടക്കുക. അന്നപ്പോൾ ആൾ കൊടുത്തിട്ട് അത് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയ ആളുകളിൽ കുറച്ച് ആൾക്കാരോട് ഉസ്താദ് പറഞ്ഞ് നിങ്ങളത് വായിക്കാതെ കണ്ടിട്ട് പള്ളിയിൽ എത്തിക്കണം, നിങ്ങളൊക്കെ അവിടുന്ന് മാറിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് വായിക്കരുത്, വായിക്കാണ്ട് പള്ളിയിൽ എത്തിക്കണം. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് വേറുള്ളവർക്കും വായിക്കാൻ കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ. ഖുർആൻ അള്ളാൻ്റെ കലാമാണല്ലോ. ഇബിലീസിൻ്റെ ഏജൻ്റാണ് ഈ പള്ളിയിലെ ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ. കാരണം ഖുർആൻ വായിക്കാൻ വിടുന്നില്ല. ഏതോ ഒരു സുന്നി പള്ളിയിൽ ഖുർആൻ്റെ പരിഭാഷ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഖുർആൻ അനുസരിച്ചാണ് നബി നബി ജീവിക്കാൻ പറഞ്ഞതും ഖുർആൻ അനുസരിച്ചാണ്. അന്നപ്പോൾ ഈ ഖുർആൻ കൊണ്ടാണ് ജനങ്ങളെ നന്നാക്കിയത്. അന്നപ്പോൾ ആ ഖുർആൻ പോലും പറ്റൂല, നിങ്ങൾ പൂർവികന്മാർ ഏതാണ്ടോ അത് മതി നമുക്ക് എന്നാണ് പറയുന്നത്. അത് പോരല്ലോ, അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത്? പറഞ്ഞ അള്ളാൻ്റെ ഖുർആനിലുണ്ട്. നബി പറഞ്ഞ അത് രണ്ടും വയ്യാണ്. നബി പറഞ്ഞ റസൂൽ പറഞ്ഞതും ഹദീസ് എന്ന് പറയും, അതും വയ്യാണ്. വയ്യിൻ്റെ അടിസ്ഥാനത്തിലല്ലാണ്ട് നബി സംസാരിച്ചിട്ടില്ല. അന്നപ്പം ഉസ്താദന്മാരെ നോക്കിയാൽ നമ്മൾ നരകത്തിലേ പോവുള്ളൂ. ഒരു നരകത്തിലേക്ക് ഇബിലീസിൻ്റെ ഏജൻ്റായിട്ട് ഇങ്ങനെ നടക്കുക. ഇബിലീസ് എന്ത് പറയുന്നുണ്ട്? ഇബിലീസിന് തൃപ്തിപ്പെടുത്താനുള്ള സംഗതിയൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നപ്പോൾ നമ്മൾ ഇബിലീസിൻ്റെ കയ്യേക്ക്, മൊയ്ലാമാരെ കയ്യേക്ക് നടന്നിക്കുകയാണെങ്കിൽ ആളെത്തി മത്സരരെത്തിയാലേ അറിയുള്ളൂ. യാവൊക്കെ ഖുർആൻ ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക അതിൻ്റെ അർത്ഥങ്ങളൊക്കെ. യാസീനാണ് ഓതിയത്. കാരണം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ മയ്യത്ത് കവൻ ചെയ്തിട്ട് മൊയ്ലാമാരെ ഉസ്താദന്മാരെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് യാസീൻ ഓതി ദ്വായിരുന്നിട്ടാണ് പള്ളിക്കൽക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. ആ യാസീൻ്റെ അകത്താണ് പറയുന്നത്, ലിയന്തിറമങ്കാന ഹയ്യം വൈക്കൽ കൗലൽ കാഫിരീൻ, ജീവനുള്ള ആൾക്ക് താക്കീത് നൽകാനുള്ളതാണ് ഖുർആൻ. അത് മരിച്ചവർക്ക് ചെല്ലാനായിട്ടാണ് കണക്കാക്കിയത്. അള്ളാഹ് പറയുന്നതിന് നേരെ എതിര്. അള്ളാഹ് എന്ത് പറയുന്നുണ്ട് അതിന് നേരെ എതിര്. എന്നാൽ ഇസ്ലാമിന് എതിരുള്ള പാർട്ടിയാണിത് സുന്നികൾ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇസ്ലാമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയുന്നതിന് നേരെ എതിര് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പാർട്ടിയാവില്ല. ഇവർക്ക് പഠിച്ചോൻ വേറെ യാസിയുണ്ട്. നാവൂർ പോയാൽ ആടൊരു പഠിച്ചോന്, CM മടവൂർ ഒരു പഠിച്ചോന്, മറ്റേ മൊയ്തീൻ ഷെയ്ഖ് ഒരു പഠിച്ചോന്, അങ്ങനെ കുറേ പഠിച്ചോന്മാരുണ്ട്. ഓലൊക്കെ പറയും പോലെ ഓല് ഒരാദർശമോ അല്ല എന്തോ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോവുക. അള്ളാഹ് ഒരല്ലാഹുവല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. ലാ ഇലാഹ ഒരു ഇലാഹു ഇല്ല എന്നാ. ഇല്ലല്ലാ ആദ്യം തന്നെ നിഷേധിക്കുകയാണ്. ഒരിലാഹു ഇല്ല, ഇല്ലല്ലാ അള്ളാഹ് വയ്ക്കാൻ. ആ ആകാശവും ഭൂമിയും എല്ലാം കൂടി ഒരു ത്ലാസിലിട്ട് തൂക്കുകയാണെങ്കിലും അത് ആ ലായിലൊക്കെ കന യാസിൽ അത്രയും കനുള്ളതാ ലായിലായില്ലതാ. പിന്നെ നമ്മൾ വല്ല നീലെത്തിനും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും അതെന്നോ എന്ന് പറഞ്ഞാൽ എവിടുന്ന് വിളിച്ചാലും മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുന്ന, എവിടുന്ന് വിളിച്ചാലും മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുന്നതാണ് ഉള്ളത്. എന്നാൽ ഏത് സ്ഥലത്തുനിന്ന് വിളിച്ചാലും മരിച്ചവർ കേൾക്കൂലെന്ന് ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്നവർക്ക് ഒന്നും കണക്കാക്കിയിട്ടില്ല. അള്ളാഹ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന ആളാണ്. അതേ സാധനം ആർക്ക് കൊടുക്കുക? മൊയ്തീൻ ഷെയ്ഖിന് കൊടുക്കുക. അന്നപ്പോൾ ഈ ലായിലായില്ല തെല്ലിനേനുള്ള കൂലി കിട്ടൂല. കാരണം അള്ളാഹ് ഒരാളേ ഉള്ളൂ. 2 അള്ളാഹ് വിളിച്ചാൽ അത് കേൾക്കൂല. 3 അള്ളാഹ് ഉണ്ടായാലും വിളിച്ചാൽ കേൾക്കൂല. ഒരള്ളാഹിൽ വിശ്വസിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കാണൽ നമ്മളെ തിലാസ് തൂങ്ങണമെങ്കിൽ, ആ ലാ ഇലാഹൻ്റെ കനം തൂങ്ങണമെങ്കിൽ ഒരള്ളാഹിൽ വിശ്വസിക്കണം. അള്ളാഹിൽ വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹാണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന. അതിന് റിവായ്സ് മറ്റേ മടവൂർ ഔലപ്പാപ്പാണ്, മടവൂർ CM മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് വരെ ഇവിടെ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുക. വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞത് 15 വയസ്സായാൽ എല്ലാവർക്കും കൊടുക്കും ചിന്തിക്കാനുള്ള ബുദ്ധി. അത് ചിന്തിച്ച് നോക്കിയാൽ എന്താ മനസ്സിലാവും. അത് എന്താ മനസ്സിലാകുക?
ഏതാ ശരി ഏതാ തെറ്റെന്ന്. 15 വയസ്സ് വരെ ആരെയും നരകത്തിലിടില്ല. 15 വയസ്സായാലും പഠിച്ചോൻ വിശേഷ ബുദ്ധി തരും, അതായത് ചിന്തിക്കാനുള്ള ബുദ്ധി. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക, അന്നപ്പോൾ ഏതാ ശരിയെന്ന് മനസ്സിലാവും. പല ആൾക്കാർ ആദം നബീൻ്റെ മക്കളാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. എന്നാൽ നമ്മളെല്ലാവരും ചങ്ങായിമാരും കുടുംബക്കാരും ശേഷക്കാരും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന്, എനിക്ക് തീരെ സുഖമില്ലാത്ത കിഡ്നിക്ക് വരെ അസുഖമുള്ള ഞാൻ വർത്താനം പറയാനാകുന്നില്ല, ഒന്നിനും ആകാത്ത ഞാൻ ഇതിന് വന്നിട്ട് ഇത് പറയാനായിട്ട് വന്നതെന്തിനാ? നിങ്ങൾ മനസ്സിലാക്കി ഖുർആൻ വായിക്കാൻ, അല്ലാണ്ട് മുജാഹിദുകൾ പറയുന്നത് കേൾക്കണോ മറ്റൊരു പറയുന്നത് കേൾക്കണോ എന്ന് പറയില്ല. അള്ളാഹ് റസൂലും പറയുമ്പോൾ കേട്ടാലേ സ്വർഗത്തിലെത്തുള്ളൂ. അള്ളാഹ് പറഞ്ഞ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ഹദീസ് കള്ള ഹദീസ് ഉണ്ടാവും, ഖുർആൻ കള്ള ഖുർആൻ ഉണ്ടാവില്ല. അള്ളാഹ് അവതരിച്ച അള്ളാഹ് പറഞ്ഞ ലോക അവസാനം വരെ ഞാൻ ഇതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ആർക്കും ഖുർആനൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പുറവും ഇപ്പുറവും കള്ളത്തരം പറഞ്ഞിട്ട് ഖുർആൻ്റെ അർത്ഥങ്ങൾ വ്യത്യാസം ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള, അല്ലാണ്ട് വേറൊന്നുമില്ല. നബി പറയാണ്, ഇത്ര സൂറത്ത് സുമറിൽ 39-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റകത ലഹബതന്ന അമലുക വലാ തകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തു കാണൽ, ശിർക്ക് എന്നല്ല അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ശിർക്ക് ഖുർആനിലുണ്ടാവില്ല, അത് അറബി പറയുമ്പോൾ ശിർക്ക് എന്നുണ്ടാവും. അന്നപ്പോൾ അള്ളാഹുവിൽ പങ്ക് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമല്ല, നോമ്പ് വെച്ചിട്ട് കാര്യമല്ല, ഹജ്ജ് ചെയ്തിരിക്കണല്ല. നമ്മൾ 2 ഹജ്ജ് ചെയ്തിരിക്കുന്ന, ഞാനെത്തി പോയതിനുള്ള ഒരാളിനോട് പറഞ്ഞ് ഞാൻ 4 ഹജ്ജ് ചെയ്തിരിക്കുന്നു. 4 ഹജ്ജ് ചെയ്തിട്ട് കാര്യമല്ല, ശിർക്ക് ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നിസ്കരിച്ചിട്ടോ നോമ്പ് വെച്ചിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ പിന്നെ ഒരു കാര്യമല്ല. ശിർക്ക് ചെയ്തവൻ സ്വർഗം ഹറാമെന്നാ അള്ളാഹ് പറഞ്ഞു. വേറെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണേലും ആ തെറ്റിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഒരുത്തൻ ഇസ്ലാമിലേക്ക് വന്നാൽ അവന് ഒരു നോമ്പ് പറ്റിയില്ല, നിസ്കരിച്ചില്ല, നോമ്പ് ഹജ്ജ് ചെയ്തില്ല, ഇതിനൊക്കെ ഈ നരകത്തിലിട്ടിട്ട് അവൻ്റെ കാലാവധി കഴിഞ്ഞിക്കുകയാണെങ്കിൽ, കാലാവധി കഴിഞ്ഞാൽ ഇവനെ നരകത്തിലിടും, നരകത്തിൽ നിന്ന് സ്വർഗത്തിലിടും. അതുവരെ നരകത്തിലിടുകയുള്ളൂ. അള്ളാഹുലും നബിയിലും വിശ്വസിക്കാത്ത ഒരാളെ സ്വർഗത്തിലിടൂല. അന്നപ്പോൾ അവൻ്റെ കാലാവധി ഇത്ര കാലാകാലം അവരുടെ മരണമില്ലാത്തൊരു ലോകമാണ്. മനുഷ്യർ 50,000 കൊല്ലം മനുഷ്യരെ കിടക്കണം. അത് കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലും നരകത്തിലും എത്തുക. ആദ്യം നരകത്തിൽ പോകണവർ കുറച്ചായിരിക്കും, പിന്നെ കുറേ നരകത്തിൽ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്ന നിസ്കാരത്താമ്പുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടല്ല ആൾക്കാർക്ക് പണിയെടുത്ത കൂലി മര്യാദയ്ക്ക് കൊടുക്കാണ്ട്, ഓട്ടോറിക്ഷക്കാരന് കൊടുക്കാണ്ട്, അങ്ങനെ പല ആൾക്കാർക്കും കൊടുക്കാനുണ്ടാവും. മരിച്ച ആട് ചെന്ന് മനുഷ്യരേന്ന് ഓരോരുത്തർ വരും, എനിക്ക് ഇത്ര തരാനുണ്ട്, ഈ പണിയെടുത്ത് പൈസ തരാനുണ്ട്. അത് സക്കാത്തിൻ്റെ പൈസ 1000 2000 അങ്ങോട്ട് കൊടുക്കും. അന്നപ്പോൾ ദിവസം 5 ഉറുപ്യ തോതിൽ പണിയെടുത്ത കൂലി കുറയും. അന്നപ്പോൾക്ക് ഒരു മാസം 6 മാസം കഴിയുമ്പോൾ ഇയാളെ പൈസ തീർന്നു. പിന്നെ ഉള്ളതൊക്കെ ഇയാൾക്ക് പിന്നെ ആടെ എത്തിയിട്ട് മനുഷ്യരെ കൊടുക്കേണ്ടി വരും. അന്ന് കൊടുത്ത് തീർന്ന് വയ്യേക്ക് ഇയാളെ നരകത്തിലാവും. സുന്നിയായാലും മുജാഹിദായാലും ആരായാലും ആരാൻ്റെ അക്കിടപാട് കൊടുക്കാനുള്ളതെന്ന് നരകത്തിലിടുക ചെയ്യുക പഠിച്ചവന്. ആ നരകത്തിലിട്ട് കഴിഞ്ഞ് ശിക്ഷൻ്റെ അവധി കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗത്തിലിടും. അതേ സമയത്ത് ശിർക്ക് ചെയ്തവന് സ്വർഗം ഹറാമാ. നൂഹ് നബിൻ്റെ കാലത്താണ് വദ്, സുവാദ്, നസർ, യൗക്ക് എന്ന് പറഞ്ഞിട്ട് 5 ഔലിയാക്കന്മാരുണ്ടായിരുന്നു. അതായത് 9 തലമുറ ശിർക്കില്ലാതെ ജീവിച്ച് 9ാമത്തെ തലമുറയിലെത്തിയപ്പോൾ 5 നല്ല ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പോലെ മറന്നു പോകാണ്ടിരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാര്യം ഫോട്ടോ എടുക്കലൊന്നുമില്ല. അന്ന് കല്ല് കൊത്തി വെച്ചിട്ട് പോലെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച്. 10ാമത്തെ തലമുറ വന്നപ്പോൾ എന്ത് ചെയ്ത്, 10ാമത്തെ തലമുറ വിളിച്ച് പ്രാർത്ഥിക്കൽ തുടങ്ങി. അന്നപ്പോൾ നൂഹ് നബി പറഞ്ഞ് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കൽ, നിങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. 950 കൊല്ലം ഇസ്ലാമിലേക്ക് ജനങ്ങളെ ജനിച്ചിട്ട് സ്വന്തം മോനും ഭാര്യ വരെ വന്നിട്ടില്ല. ഭാര്യയും മോനൊക്കെ മോനെ വെള്ളത്തിൽ മുങ്ങി വെച്ചെന്ന് ഖുർആനിലുണ്ട്. മറ്റ് ഇത്ര പോകുന്ന 6 കൂടിയത് ആ ഖുർആൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിലുണ്ട്
ഈ നൂഹ് നബിൻ്റെ ഭാര്യ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. നൂഹ് നബി ഭ്രാന്തനാണ്, അയാൾ പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞു നോക്കാം, അതിൻ്റെ അകത്താണുള്ളത്. അന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഖുർആൻ്റെ അകത്ത് തന്നെ ഉണ്ട്. മോന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് കണ്ടിട്ട് നൂഹ് നബി അള്ളാഹിനോട് വിളിച്ച് പറയുക, പടച്ചോനെ എൻ്റെ കുടുംബമാണ് ആ മരിക്കുന്നത്. അള്ളാഹ് പറയാം എൻ്റെ കുടുംബം അല്ലാന്ന്. കാരണം നൂഹ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അങ്ങനെ. സൂറത്ത് 49 ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ 49-13. മനുഷ്യരെ ഒരു പുരുഷനിൽ നിന്നും ഒരാണിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചു. നിങ്ങളെ നാം ശാഖകളും ഗോത്രങ്ങളുമായത് കൊണ്ട് നിങ്ങൾ അന്യോന്യം അറിയുവാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും ഭയഭക്തിയുള്ളവനാണെന്ന് നിങ്ങൾക്ക് വെച്ച് അള്ളാഹുവിനെ എങ്കിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹു സർവശക്തനും സൂക്ഷ്മകാരനും തന്നെയാണ്. നമ്മളിപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച്. അതുകൊണ്ടാണ് നമ്മളിത് എല്ലാവരോടും, ഹിന്ദുക്കളോടും അല്ലാത്തവരോടും എല്ലാവർക്കും ഖുർആൻ്റെ പരിഭാഷ കൊടുത്ത് ഖുർആനിലുള്ള അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ്റെ പരിഭാഷ അങ്ങനെ കൊടുക്കുകയോ അവരോട് പറയുകയും ഇതിവിടെ വന്ന് പറയുകയും അതൊക്കെ ചെയ്യുന്നത് എന്താ? എല്ലാവരും ചിന്തിച്ച് നോക്കി, എല്ലാവരും സ്വർഗത്തിൽ പോട്ടെ, നമ്മളെല്ലാവരും ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളായിട്ട് പോകുന്നതാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നാണ് അള്ളാഹ് ഖുർആനിൽ പറയുന്നത്. എന്നപ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് കേൾക്കുക. വേറെ ആൾ പറഞ്ഞ് കേട്ടിട്ട് കാര്യമല്ല. അള്ളാഹ് റസൂൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് കേൾക്കുക. പിന്നെ ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിൻ്റെ അർത്ഥം എന്നെ ആരാധിക്കാൻ വേണ്ടി ജിന്നിനെയും ഇൻസിനെയും ഞാൻ പഠിച്ചിട്ടില്ല. അള്ളാഹ് പറയുക എന്തെന്നാ ഏതാ സൂറത്ത് 51 സൂറത്ത് ദാരിയാത്ത് എന്ന് പറഞ്ഞത് 51 സൂറത്തിലാണ്. ജിന്നിനെ ഇൻസിനെ ഞാൻ പഠിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനായിട്ടാണ് ജിന്നിനെ ഇൻസിനെ ഞാൻ പഠിച്ചത്. അന്നപ്പോൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്താൽ അള്ളാഹ് തരും, സ്വർഗം തരും. അല്ലാതെ അള്ളാഹ് എന്ത് തരും? നരകം തരും. അന്നപ്പോൾ അള്ളാഹിൻ്റെ നരകം എനിക്ക് വേണ്ട, അള്ളാഹിൻ്റെ സ്വർഗം വേണ്ട എന്നൊന്നും പറഞ്ഞാലൊന്നും കഴിച്ചിലാവില്ല. ആടെ എത്തിയാൽ അങ്ങനെ തന്നെ പഠിച്ചോൻ തരിക. പഠിച്ചോൻ വാക്ക് പാലിക്കാവുന്നതാണ് അവന്. ഓരോ തക്കവ്വല അലൈന ബൈദൽ അക്കാവിയിൽ അഹദിന മിൻഹു ബിൽ യക്കീൻ സുമ്മ ലഖതൈന മിനുൽ അമീൻ വമാ മിൻകും മിൻ അഹദിൻ അൻഹു ആജിസീൻ തൻസീലും മിൻ റബ്ബിൽ ആലമീൻ. ഓരോ തക്കവ്വല ഇത് ലോകരക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. അത് ഈ ഖുർആൻ ആരാ അവതരിപ്പിച്ചത്? മുഹമ്മദ് നബി ഒന്നും അവതരിപ്പിച്ചതല്ല, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. അദ്ദേഹം, അതായത് നബി നമ്മുടെ പേരിൽ പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവനാടി ഞാൻ വലത് കൈ കൊണ്ട് മുറിച്ച് കളയുമായിരുന്നു. അള്ളാഹിൻ്റെ മതമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ. അത് വേറെ ആരെയും മതമല്ല. അള്ളാഹ് പറഞ്ഞ പോലെ അത് കൊണ്ടുനടക്കുക. നബി അങ്ങനെ കൊണ്ടു നടന്നിട്ടുള്ളൂ. അതല്ലാതെ കണ്ടിട്ട് അള്ളാഹ് പറഞ്ഞതല്ലാണ്ട് നബി ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. നബീൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ഉണ്ടാക്കിയിട്ട് പറഞ്ഞിക്കുകയാണെങ്കിൽ നബീൻ്റെ ജീവനാടി അള്ളാഹ് മുറിച്ച് കളയുമെന്ന് അറിയാം. നബീൻ്റെ ജീവനാടി അള്ളാഹ് മുറിച്ച് കളയും. അള്ളാഹിൻ്റെ മതത്തിൽക്കൊന്നും ഉണ്ടാക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തിട്ടില്ല? നബിക്ക് വരെ അള്ളാഹ് കൊടുത്തിട്ടില്ല. നമ്മൾ കൊണ്ടു കിടക്കുന്നത് അള്ളാഹിൻ്റെ മതമല്ല. ഖുർആനിൽ എന്താ പറഞ്ഞത്? അതനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് കേട്ട് നിൽക്കുകയും ചെയ്യണം. ഇത് മജ്‌ലിസ് നൂർ എന്ന് പറഞ്ഞിട്ട് എന്തോന്നും ഉണ്ടാക്കിന് ഇപ്പം അടുത്ത്. അന്നപ്പോൾ അതൊന്നും ഞാൻ ചെല്ലിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ചിലായിക്കുന്നത്. കാരണം മജ്‌ലിസ് നൂർ എന്ന് പറഞ്ഞ ഉണ്ടാക്കിയ ആൾ ഉണ്ടാക്കിയത് ഈ ക്യാൻസർ രോഗം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കിയത്. അത് ചെല്ലിയാൽ ക്യാൻസർ രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചത് ക്യാൻസർ രോഗം വന്നിട്ടാണ്. അള്ളാഹ് കണക്കാക്കണം എന്ത് ചെല്ലിയാലാണ് അതിന്. അള്ളാഹ്
അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 3 അക്ഷരാ. 3 അക്ഷരത്തിന് 30 കൂലി കിട്ടും. ഒരക്ഷരം ചൊല്ലിയാൽ 30 കൂലി കിട്ടും ഖുർആൻ ഓതിയാൽ. പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ, ഈ കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ കോഴിക്കോട്ടുകാരൻ ഒരുത്തൻ ഉണ്ടാക്കിയതാ. പിന്നെ വയനാട്ടിലെ സദക്കത്തുള്ള ഖാദിരി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഉണ്ടാക്കിയതാ. പിന്നെ കായൽപട്ടണത്തിൽ ജനിച്ച. പിന്നാണെങ്കിൽ മറ്റേ ഈ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയതാ നാരിയ സലാത്ത്. അതിന് 700-800 കൊല്ലമായി. 1450 കൊല്ലം മുമ്പ് നബി മരിക്കുന്നതിന് മുന്നേ ഇസ്ലാം അതോടെ പൂർത്തീകരിച്ച് എന്ന് ഖുർആൻ സൂറത്ത് മായിദയിൽ 3-ാമത്തെ അധ്യായത്തിലാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആർക്കും ഒന്നും ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കും അള്ളാഹ് കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹ് ഒരാൾക്ക് നബിമാരൊക്കെ പറഞ്ഞു വെച്ചത് അള്ളാഹ് പറയുമ്പോൾ കേട്ടിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഇത് നബിമാരൊന്നും വേണ്ട, അവർക്ക് വേറെ പഠിച്ചവനൊക്കെ ഉണ്ട്. സുന്നിയൊക്കെ ഒരുപാട് പഠിച്ചവനുള്ളതാണ്, 1-2 നാവൂരിലെത്തിയാൽ ആടൊരു പഠിച്ചവന്, മടവൂരെത്തിയാൽ ആടൊരു പഠിച്ചവന്, തമിഴ്നാട്ടിലെത്തിയാൽ ആടൊരു പഠിച്ചവന്, അങ്ങനെ പഠിച്ചവനുകൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തെറ്റില്ല. അവർക്ക് വേറെ ആടെത്തിയാൽ അങ്ങനത്തെ പഠിച്ചവന്മാരൊന്നും ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ. മൈസറയിലെത്തിയാൽ ഇവിടെ ഇപ്പോൾ ഒരു പഠിച്ചവനെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. ആ അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുക, നബി പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുക. നബി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഹദീസിലാണുള്ളത്. രാത്രി 12 എനിക്ക് പറയാൻ കിട്ടില്ല. രാത്രി 12 മണിൻ്റെ ശേഷം ഞാൻ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. തഹജ്ജുദ് നിസ്കരിച്ച് എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാണ്ടിരിക്കൂലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഖുർആനിലല്ല, ഹദീസിൽ. എന്നാൽ അത് കേട്ടപ്പോൾ ഒരു സുന്നികളെ ഏറ്റവും മുന്തിയൊരു ഉസ്താദ് പറഞ്ഞു, അന്നപ്പോൾ അല്ല മൗലവി, അന്ന് അമേരിക്കയിൽ പകലല്ലേന്ന്. ആരെക്കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അള്ളാഹിനെ കൊണ്ടാണ് പറയുന്നത്. രാത്രി പകല, അള്ളാഹ്ക്ക് രാത്രിയോ പകലോ എന്താ സമയമുണ്ടോ? അള്ളാഹ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കേൾക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് മുജാഹിദുകൾ നടക്കൽ. അള്ളാഹ് പറയുമ്പോൾ കേട്ട് നടക്കുന്ന ആൾക്കാരാണ്. അള്ളാഹിനെ പേടിക്കണം. പിന്നെ ഈ പേപ്പർ എടുത്ത് നോക്കിക്കുകയാണെങ്കിൽ അധികവും തെറ്റ് ചെയ്യുന്നവർ നമ്മളെ കൂട്ടാണ് മുസ്ലിം പേരുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടത് അള്ളാഹിനെ പേടിയില്ല? ചിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹിനെ പേടിയില്ല. അവിടെ എത്തിയാൽ ഔലിയാക്കന്മാർ രക്ഷിക്കാനുണ്ടാവുന്നു. അങ്ങനെ ആരുമില്ല. നബീൻ്റെ മോളോട് പറഞ്ഞ് എൻ്റെ ശരീരം നീ നരകത്തെ തൊട്ട് നീ കാക്കണം എന്നാണ് ആര് പറഞ്ഞത്? നബീൻ്റെ മോളായ ഫാത്തിമ ബീവിനോട് നബി പറഞ്ഞത്. അന്നപ്പോൾ നരകത്തെ പറ്റി നമ്മൾ നോക്കണം. അള്ളാഹു റസൂലും പറയും പോലെ കേട്ട് നടന്നാലേ അവിടെ എത്തുള്ളൂ. അല്ലാതെ കണ്ടിട്ട് നടന്നാലൊന്നും ഏടെത്തൂല, സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിലെത്തണമെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പഠിച്ചവനില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. ഇല്ലാന്ന് പഠിച്ചവനാണ് ലോകത്തൊട്ടാകെ നിയന്ത്രിക്കുന്നത്. ഒരു കയ്യിൻ്റെ വിരൽ ഇളക്കണമെങ്കിൽ അള്ളാഹിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഇളക്കാനാവില്ല. ഒരില മരത്തുമെന്ന് വീഴണമെങ്കിൽ അള്ളാഹ് അറിയാതെ കണ്ടിട്ട് അത് വീഴൂല എന്നാണ് പറഞ്ഞത്. എന്നപ്പോൾ ഇങ്ങനത്തെവർക്ക് പിന്നെ നിയന്ത്രിക്കുന്ന മടവൂർ ഔലിപ്പാപ്പാണ്, മടവൂർ CM വലിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിലൊരർത്ഥവുമില്ല. അങ്ങനെ വിചാരിച്ച് നടന്നിക്കുകയാണെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തൂല. എല്ലാവരും ഖുർആനൊന്ന് നോക്കുക, ഖുർആനിൽ എന്താ പറയുന്നതെന്നുള്ളത് വെച്ചാൽ. സൂറത്ത് ജിന്നിൻ്റെ അകത്ത് ജിന്നെന്ന് പറഞ്ഞത് 72-18 72-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഇന്നൽ മസാജിദ ലില്ലാഹി വലാ തദ്ഉ മഅല്ലാഹി അഹദാന്ന്. അതിൻ്റെ അർത്ഥം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് പറയുന്നത്. അള്ളാഹിൻ്റെ കൂട്ടത്തിൽ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ അത് പള്ളിയാണെന്ന് പറയാൻ പറ്റൂല. അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ സുന്നിപ്പള്ളിയിൽ കയറാണ്ടിരിക്കുന്നത്. വല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. ആരോടും വിരോധമോ കാര്യമില്ല, എല്ലാവരോടും സ്നേഹമുള്ളൂ. പള്ളികൾ അള്ളാഹ്ക്കുള്ള അവിടെ വെച്ചിട്ട് അള്ളാഹിൻ്റെ കൂടെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ പണ്ടിര്യത്ത് ബാങ്ക് കൊടുക്കുന്നതൊക്കെ കേൾക്കും. അടുത്ത എൻ്റെ മോൻ ആ പള്ളി കമ്മിറ്റീൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഗൾഫിൽ പോയതിന് ഖുർആൻ്റെ പരിഭാഷ വായിച്ച് അർത്ഥം നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് അവിടുന്ന് ഒഴിവായത്. ഞാനും അവിടെയും പോയത്. അവിടുന്ന് ഒഴിവാകാനൊക്കെയുള്ള കാരണം
ഈ അവർ എത്ര ആയാലും മൂന്നിയാകുമ്പം തുടങ്ങും, അല്ലെ തിങ്കളാഴ്ചനാവും, ഞായറാഴ്ചനാന്നും വെള്ളിയാഴ്ചനാന്നും പള്ളിയിൽ മൂന്നിയാകുമ്പോൾ തുടങ്ങുമോ ദിക്റ് അല്ലല്ലേ. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെമ്പ് നിറച്ചും പായസം ഉണ്ടാക്കി വെച്ച്, പായസത്തിൻ്റെ അകത്ത് നിറച്ചും പാലാണുള്ളത്, പിന്നെ സേമിയവും പിന്നെ അണ്ടി മുന്തിരി ഇതെല്ലാം കൂടിയിട്ടുള്ള പഞ്ചസാര, ഇതൊക്കെ നല്ലതാണ് കുടിക്കാൻ, നല്ല രുചിയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ലേശം വിഷം കൂടി വാർന്നുവെച്ചാൽ എന്ത് ചെയ്യും, അത് കുടിക്കാൻ പറ്റുമോ, മരിച്ചു പോവില്ലേ. അതുപോലെയാണ് ഈ അതിൻ്റെ അകത്ത് കുറച്ച് ചെറിയത് ഏത് മൗലൂദിൻ്റെ അകത്തും എല്ലാം അതാണല്ലേ. ഇർത്തകവുത്ത് അലൽഹത്ത ഹൈറായ സിരിം വാദാദ് ലാക്ക അഷ്കു ഫിയ സയ്യിദി ഹൈറൻ നബി. നബീനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ എത്രയോ സ്ഥലത്തുണ്ട്. എന്നപ്പോൾ അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ. മൂന്നിയാകുമ്പം തുടങ്ങും. ഇത് വേറെയുള്ളവരൊക്കെ വിചാരം എന്താ അവരെന്നും പ്രാർത്ഥനയിലാണല്ലോ. അങ്ങനെ വട്ടത്തിൽ കുത്തിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ഒന്നും നബി പഠിപ്പിച്ചിട്ടില്ല. കൈകൊണ്ട് എണ്ണം പിടിക്കുക, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ കൈകൊണ്ട് എണ്ണം പിടിച്ചാൽ മതി. ഈ തെസ്ബിയാലോണ്ട് എണ്ണം പിടിക്കാൻ പാടില്ല. ഈ ഞെക്കിന് സാധനത്തോണ്ട് എണ്ണം പിടിക്കാൻ പാടില്ല. കാരണം മൈസറയിൽ വെച്ചിട്ട് അള്ളാഹ് വായക്ക് സീല് വെക്കുമെന്ന് പറഞ്ഞു. വായക്ക് സീല് വെച്ചിട്ട് ഓരോരോ അവയവങ്ങളെ കൊണ്ട് അള്ളാഹ് സംസാരിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. ഖുർആനുള്ളതാണ്ട്, അത് ഞാൻ വായിച്ചിട്ടില്ല, അതിന് അടയാളം വെച്ചിട്ടില്ല. എല്ലാം കൂടി അടയാളം വെക്കാനാവില്ല, എല്ലാം വായിക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുക ഖുർആനിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ. ആൾ ചെന്നിട്ട് ഇങ്ങനെ ഒരു വയസ്സായ ഒരു മനുഷ്യനെ വന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല, നമ്മളെ കുടുംബക്കാരും കാര്യമൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചിക്കാണ് ഇത് നിങ്ങൾ വിചാരിച്ച നമ്പറല്ല, വേറെ നമ്പറാണെന്ന് വരെ പറഞ്ഞാളുക. വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് നോക്കണം, ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയാമെന്നല്ലാണ്ട് നോക്കൂല. കാരണം ഉസ്താദന്മാർ പറയാൻ, ഉസ്താദന്മാർ അള്ളാൻ്റെ മതം പോയിട്ട് ഇപ്പോൾ ഉസ്താദന്മാരെ മതമായിട്ട് മാറിയ. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മതമാണ്. അതിപ്പോൾ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരെ മതമായിട്ട് മാറിയതാണ്. ഉസ്താദന്മാർക്ക് നരകവും ഉണ്ടാക്കാനൊന്നും അറിയില്ല. മേശ എന്നിട്ട് അടച്ചിട്ട് നരകത്തിലിടാനും ആവില്ല, സ്വർഗത്തിലിടാനും ആവില്ല. ഓലും ഇങ്ങനെ പഠിപ്പിച്ച് ഓർക്ക് ഇഷ്ടംപോലെ തിന്നാൻ കിട്ടും. ഒരു ആയിട്ട് മീറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നോമ്പില്ല. മീറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നോമ്പില്ല. കാരണം അന്നപ്പോൾ ഞാനൊരു മൗലൂദ് ഓതാൻ പോയിന്. മൗലൂദ് ഓതാൻ പോയി നോക്കുമ്പോൾ ഒരാളൊപ്പരം പോയതാ, ഉസ്താദിനൊപ്പരം പോയതാ. ആടെ പോയി എഴുതി നോക്കുമ്പോൾ എനിക്ക് ഓതാൻ കിട്ടില്ല. ഞാനല്ലാണ്ട് മൗലൂദ് ഓതുന്ന ആളായിരുന്നു ചെറുപ്പത്തിൽ. അന്നപ്പോൾ ആടെ ചെന്ന് നോക്കുമ്പോൾ മൗലൂദ് ഓതി പോരുന്നേരം ഞാൻ ചോദിച്ചു, ഇത് എന്ത് മൗലൂദാന്ന് ഉസ്താദിനോട് ചോദിച്ചു. അതാ ഉസ്താദ് പറഞ്ഞ്, അത് നമ്മളെ നബീൻ്റെ മോളെ കൊണ്ടുള്ള മൗലൂദാണ്, അതിൻ്റെ ഉള്ളടക്കമൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അതോ നബി മിയറാജിൽ കയറിയപ്പോൾ ആ സ്വർഗത്തിന് ആപ്പിൾ തിന്നീനും. ആപ്പിൾ തിന്നതിൻ്റെ ശേഷം ഉണ്ടായ മോളാണ് നബീൻ്റെ മോള് ഫാത്തിമ ബീവി. അതുകൊണ്ടാണ് സ്വർഗത്തിലെ മണം കിട്ടാനുള്ള കാരണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അന്ന് ഇപ്പോൾ ഉസ്താദ് പറയുന്നത് കേൾക്കുന്ന കാലമല്ലേ. അത് കയറുന്നു ഇതിലേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യുമല്ലോ. കാരണം 25-ാം വയസ്സിൽ നബി കല്യാണം കഴിച്ചതിന് 35 വയസ്സായപ്പോൾ നബിക്ക് മോളുണ്ടാക്കിയതിന് നബി 51-ാമത്തെ വയസ്സിലാണ് മിറാജിക്ക് കയറുന്നത്. 51-ാമത്തെ വയസ്സിൽ മിറാജ് കയറുമ്പോൾ നബീൻ്റെ മോക്ക് വയസ്സ് ഇവിടെ 16 വയസ്സുള്ള നബീൻ്റെ മോളെ കൊണ്ട് അല്ലാത്തത് പറഞ്ഞിട്ട് ഇറച്ചും ചോറും തിന്ന് പൈസയും വാങ്ങി പോണത്. ഖുർആനിൽ 6666 ആയത്തൊന്നുമില്ല, 6736 ആയത്തേ ഉള്ളൂ. അന്ന് കോഴിമുട്ടയൊക്കെ ലേലം ചെയ്യൽ ഒരു മുക്കാൽ കൊടുത്താൽ, ഒരു മുക്കാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 1.5 നയ പൈസ കൊടുത്താൽ ഒരേ പോയാലുള്ള കോഴിമുട്ടയുള്ള ഒരേ അന്നൊക്കെ കോഴികൾ ഇഷ്ടം പോലെ ഉണ്ടാവും വീട്ടിൽ, റോഡ് മേലൊന്നും ഉണ്ടാവില്ല. 1.5 നയ പൈസ ഒരു മുക്കാൽ കൊടുത്ത് കോഴിമുട്ട കൊണ്ടുവന്നിട്ട് ലേലം ചെയ്യാൻ കൊടുക്കും. ഈ ഒരു കോഴിമുട്ട 6666 ഉറുപ്പ്യക്കാരാ ലേലം ചെയ്യുന്നവന് സ്വർഗം തിന്നിട്ട് അള്ളാൻ്റെ പേരിൽ കളവ് പറയുന്നവന് നരകമാടെ റിസർവ് ചെയ്തോട്ടെ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അള്ളാൻ്റെ പേരിൽ വരെ കളവ് പറഞ്ഞിട്ടാണ് ഇവിടെ ദീൻ നടത്തുന്നത്. ഇപ്പം ഗൾഫിലൊക്കെ പോയിട്ട് അവിടുന്ന് പൈസ കിട്ടും, അതുകൊണ്ടൊക്കെയാണ്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. മദ്രസ പള്ളിയൊക്കെ ഉണ്ടാക്കിയാൽ അള്ളാൻ്റെ പേരിലും നബീൻ്റെ പേരിലും നബീൻ്റെ മോളെ പേരിലും കള്ളത്താരല്ലാണ്ട് വല്ലത് വേറൊന്നുമില്ല. കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോ വേറെ. മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ അത് മാത്രമേ സത്യമായിട്ടൊന്ന് പറഞ്ഞുള്ളൂ. ബാക്കിയായാലും മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ പറയുന്നത് മുഴുവനും കള്ളത്തരാ. ഒരു കാൽമൽ നിന്നിട്ട് ഒരു കത്തം തീർത്തോ, ഒരു കാൽമൽ നിന്നിട്ട് ഒരു കത്തൊന്നും ആരെ മൊയ്തീൻ ഷെയ്ഖ് ഓതിയിട്ടില്ല. അതൊക്കെ വെറുതെ പറയുക. കാരണം രാത്രിയാണ് സമയം ജാസ്തി കിട്ടുന്ന ദിവസം.
8 മണി മുതൽ രാവിലെ 5 മണി വരെ കൂട്ടുകയാണെങ്കിൽ 8, 9, 10, 11, 12, 1, 2, 3, 4, 5 9 മണിക്കൂറാണ് ഉണ്ടാകുക. ഒരമണിക്കൂർ കൂട്ടിക്കോളി. അരമണിക്കൂർ കൂട്ടുകയാണെങ്കിൽ 9, 18 യൂസേ ഓതാനാവുള്ളൂ. 1 മണിക്കൂറിന് ഒരു യൂസേ ഓതാനാവുള്ളൂ. പോട്ടെ ഡബിൾ കൂട്ടിക്കോളി. ഡബിൾ കൂട്ടിയാലും 18 ആവുള്ളൂ. 30 യൂസാണ് ഒരു ഖുർആൻ. ആ ഒരു കാലം അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാണ്ട് ഓതുക, ഖുർആൻ ഓദിക്കാൻ നിൽക്കുക. അങ്ങനത്തെ ആളല്ല മൊയ്തീൻ ഷെയ്ഖ് നല്ല മനുഷ്യനാണ്, ഒരാലിമാണ്. അത്രയും നല്ല മനുഷ്യനെ കൊണ്ട് അല്ലാത്ത പറയൽ. 40 വട്ടം ജനാപത്തുണ്ടായാറ് 40 വട്ടം ഒരീരാ കുളിച്ചവർ. ഇതൊക്കെ വെറും കള്ളത്തരല്ലാത്ത പറയുക. ആർക്ക് ചിന്തിച്ചു 40 വട്ടമൊന്നും ഒരാൾക്ക് ഉണ്ടാവില്ല. ഉണ്ടായാലും 1 അല്ല 2 പ്രാവശ്യമായിട്ട് ഉണ്ടാകുകയായിരിക്കും. അല്ലെങ്കിൽ ആ 40 തന്നെ ഉണ്ടായി തന്നെ കൂട്ടുക. എന്നാൽ രാത്രിയാണെങ്കിൽ കിടന്ന് ഉറങ്ങി ഉറക്കത്താണ് ഈ സ്വപ്നകാലനെ ഉണ്ടായാൽ അന്നപ്പം ഉണ്ടായ വപ്പിൽ അന്നപ്പം കുളിച്ചു, ഒരു രാത്രി തന്നെ കുളിച്ചതാണ്. അന്നപ്പം പോയി കുളിച്ച് വന്ന് കിടന്ന് പിന്നെ ഉറക്കം വരണമെങ്കിൽ അരമണിക്കൂർ പിടിക്കും. ഈ അരമണിക്കൂർ കൊണ്ട് പിന്നെയും വന്ന് ഇതുണ്ടായി കുളിച്ച് വന്ന് കിടന്ന് അങ്ങനെ ആകുമ്പോൾ പറഞ്ഞ 18 മണിക്കൂറൊക്കെ ആവുള്ളൂ. 40 വട്ടമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്തെങ്കിലും ഒരാളെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ഉണ്ടാക്കുക, അത് ചൊല്ലി കുത്തിരിക്കുക. ഇപ്പോഴിതാ എല്ലാവരും തുടങ്ങിയിന് തെച്ച് ഫോണെന്ന് പറഞ്ഞിട്ടൊരു ഫോണ്. എനിക്കിതാ അങ്ങനത്തെ ഫോണൊന്നുമില്ല, ഇതേ ഉള്ളൂ. 1000 റുപ്യേൻ്റെ ഫോണാണ്. ഇതിൽ തന്നെ തോണ്ടാനും പിടിക്കാനൊന്നും ആകുന്നില്ല. ആരെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ ആദ്യമൊക്കെ വിളിച്ചാൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഒരു 5-10 പ്രാവശ്യമൊക്കെ വിളിക്കണം ഒരാളൊക്കെ വിളിച്ചിട്ട് കിട്ടണേൽ. അത്രയ്ക്ക് മറവിയും കണ്ണിന് കാഴ്ചക്കുറവും എല്ലാം ആയിട്ടും ഞാൻ ഇത് പറയാനായിട്ട് ഇത്ര ദൂരം വന്ന് ഇവിടെ വന്നിട്ട് ഇത് പറയാൻ വന്ന് ജനങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി സ്വർഗത്തിൽ പോട്ടെ. എല്ലാവരോടുള്ള സ്നേഹം കൊണ്ട് ഒരാളോട് ഒരു ഉസ്താദിനോട് ഒരു വെറുപ്പുമില്ല. ഉസ്താദന്മാരും എല്ലാവരും നന്നാട്ടെ. ഞാനൊരു ഉസ്താദിനോട് പറഞ്ഞ് 6666 ആയത്തില്ല ഖുർആൻ, അത് എത്ര തന്നെ ഉണ്ട് എന്നാണ്. നിങ്ങൾ എണ്ണി നോക്കിയോന്ന് ചോദിച്ചോ. എണ്ണേണ്ട ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത്. കാരണം എണ്ണാണ്ടിത് ആരോ വലിയ ഉസ്താദന്മാർ പറഞ്ഞ് കേൾക്കുക. ഈ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് എങ്ങനെ ഉണ്ടായതാണ്? അന്നത്തെ കാലത്ത് ഉസ്താദന്മാർക്ക് ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. 1/4 മദ്രസയിൽ പോയാൽ വേച്ച 1/4 എന്ന് പറഞ്ഞിട്ട് 1/4 കൊടുക്കുക ഉസ്താദിന്. അത് വേച്ച മാസം കൂടുമ്പോൾ അല്ല കൊടുക്കുക. അങ്ങനെ ഇത്ര 1/4 കിട്ടിയാൽ പുരയും ചിലവും കുട്ടികളെയും മക്കളെ എല്ലാം കൂടി നോക്കേണ്ടി. അന്നപ്പോൾ ഒരു ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പുണ്ടാക്കി. അന്ന് എല്ലാ പുരയിലും പോയി 3 യാസീൻ ഓതുക. 3 യാസീൻ ഓതിയ ദ്വാരന്ന് വന്നാൽ നല്ലൊരു പൈസ കിട്ടും. 2 മുക്കാൽ 3 മുക്കാൽ ഒരു മുക്കാലൊക്കെ തരും. എന്നിട്ട് മൊയ്ലാർ പറയും ബറാത്ത് കഴിക്കുമ്പോഴാണ് എല്ലാ ദിവസവും കഴിയുക. അന്നപ്പോൾ നല്ല ഉണ്ടാക്കും. മൊയ്ലാർ വരുന്നേരം മൊയ്ലാർക്ക് തിന്നാനും കിട്ടണ്ടേ, നല്ല തിന്നാനും കുടിക്കാനും കിട്ടണ്ടേ. അതും കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ പറച്ചിൽ. അങ്ങനെ എല്ലാം കൂടി നോമ്പ് ഓർക്കൽ ഏതോ പുരേന്നായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് വന്ന് പിന്നെ ഞാൻ വിളിക്കുന്നേരെ എല്ലാ പുരയും മൊയ്ലാർ വരാത്ത പുരയിൽ വർക്കത്തുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് കാത്തുത്തിരിക്കും. മൊയ്ലാർ വരുന്ന സുബൈ ആകുന്ന നേരെ മൊയ്ലാർ നടത്താൻ തന്നെ. ഒരു കയ്യിൽ കറുത്ത ചരട്ടും ഉണ്ടാകും, ഒരു കയ്യിൽ ചുവന്ന കരട്ടും ഉണ്ടാകും. കിസയിലിട്ടെന്നെ നടക്കുക ചെയ്യുക. ആ കറുത്ത കരണിൽ യാസീൻ ഓതിയിട്ട് കെട്ടിയതാണ്, മന്ത്രിച്ച് കെട്ടിയത്. ചുവന്നതിൻ്റെ അകത്ത് ഖുർആൻ വെച്ചാൽ ഒരാൾക്കൊരു കത്ത് ഓതണമെന്ന് വെച്ചാൽ അത് അവിടെ കഴിച്ചു കൊടുത്ത് അവിടെ പോലെ നിങ്ങൾക്കൊരു ഖുർആൻ ഇവിടെ കഴിച്ചിട്ടുണ്ടോ. അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഈ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ് ഉണ്ടായത് തന്നെ. അങ്ങനെ കഴിച്ചിട്ട് കൊടുത്ത് മുല്ലാർ വന്നിട്ട് മേശമേൽ എങ്ങനെ കിടന്ന് മുല്ലാർ കിടത്താം കൂർക്കാം. വൈകുന്നേരം വരെ കുട്ടികൾ ഒതുക്കണ്ടേ മുല്ലാർ പോലെ. എന്നാൽ ഞാനും എൻ്റെ ഇപ്പുറത്തുള്ളവർ പരിഷ്കരിച്ചോ. ഞാൻ മൊട്ടടിച്ച ആളാണ്. അന്നപ്പോൾ ഹംസാജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, പഞ്ചപ്പറമ്പിലെ മമ്മ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അങ്ങനെ 2 ആളിൻ്റെ അപ്പുറത്തും ഒരു മുടിയൊക്കെ നീട്ടിയോല്ലോ. പിടികൂടി കളിച്ചപ്പോൾ ചെത്തി തേക്കാത്ത ചുമരാണ്. ആ ചുമരിന് എന്തായി, എൻ്റെ തല കളിച്ചപ്പോൾ എൻ്റെ തല ചുമരിനിട്ട് കുത്തിപ്പോയപ്പം മുല്ലാര ഉറക്ക് ചുയിപ്പായിപ്പോയി. മുല്ലാർ എണീച്ച് എന്തിനാടോ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവർ പിടികൂടിയപ്പോൾ എൻ്റെ തല ചുമരിനിട്ട് ഇടിച്ചു കയറ്റി വേദനയായിട്ട് ഞാൻ വിളിച്ചതെന്നാണ്. എന്തിനാണ് വേദന ആക്കിയെന്ന് ചോദിച്ചാൽ ഓല തച്ചില്ല. ഒരു പൈസക്കാരൻ മക്കളായിട്ട് ഓല തച്ചില്ല. പരിഷ്കാരമൊക്കെ ഉണ്ടല്ലോ, മുടിയൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൈ കിട്ടാൻ പറഞ്ഞു. ഈ കിട്ടി കൈക്ക് ഒരൊറ്റ അടി പൊക്കിള പോലെ അങ്ങ് പൊന്തി പോന്ന്. ഞാനെന്ത് ചെയ്ത് എൻ്റെ സ്ലേറ്റും പുസ്തകമൊക്കെ എടുത്ത് മുറ്റത്ത് ഇറങ്ങി കുറേ ചീത്തയും പറഞ്ഞ് ഞാൻ കുറേക്ക് പോന്ന്. പാപ്പനോട് പറഞ്ഞു പാപ്പ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ്. പാപ്പ പോയിട്ട് മുല്ലാരെയും കുറേയൊക്കെ ചീത്ത പറഞ്ഞ്. പിന്നെ അയാൾ കുറച്ചേ നിന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ പാപ്പ അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ നാട്ടിലേക്ക്.
അതുകൊണ്ട് ആ മുജാര വേഗം ഒഴിവാക്കിയ. അന്നപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഓരോരോ മൗലൂദുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ഇതൊന്നും ചെല്ലാണ്ട് ഖുർആൻ ഓതുക. ഖുർആൻ ഓദിക്കുകയാണെങ്കിൽ പഠിച്ചവനൊക്കെ കൂലി കിട്ടും. ഒരരപ്പ് ഓതിയാൽ 10 കൂലിയാണ്. എപ്പോഴും നമ്മൾ നടത്തത്തിലും ആകത്തിലും എല്ലാം കൂടി 3 കുൽവല്ലാഹ് ഓതിയാൽ ഒരു കത്ത് ഓതി ഒരു കഥയും കൂടി പറഞ്ഞ് നിർത്തിക്കാളാം. എന്താ കഥ തന്നെ ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി പോയി നോക്കി. നല്ല സുന്ദരിയായൊരു പെണ്ണുണ്ട് വീട്ടിൽ. ഓളെ കെട്ടാൻ വരുന്നവരൊക്കെ തിരിച്ചു പോവുക കല്യാണം കഴിക്കാൻ പറ്റാണ്ട്. ഓള് 2-3 ഡിമാൻഡ് വെക്കും. 3 സുന്ദരനായ ഒരുത്തനാണോ, നല്ല ആരോഗ്യമുള്ളവനാണോ, നല്ല പൈസക്കാരനാണെന്നൊക്കെ ആണല്ലോ ഉണ്ടാകുക. അതൊന്നല്ല, ഓള് 3 ഡിമാൻഡ് വെച്ച് അത് 3 സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഒരുത്തൻ കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവള് അതൊന്നും ചെയ്യുന്നത് കാണില്ല. അങ്ങനെ കോടതി കേസ് കൊടുത്തപ്പം കോടതി ഇവനെ വിളിച്ച് ചോദ്യം ചെയ്ത്, ഇനി ഇങ്ങനെ 3 പറയാൻ നിൽക്കുന്ന അത് 3 ചെയ്യുന്നില്ല എന്നാണ് ഓളെ പരാതി എന്ന് പറഞ്ഞു. അന്നപ്പോൾ എന്തേതാണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും നോമ്പ് വിൽക്കണമെന്നാണ്. ഞാൻ എല്ലാ ദിവസവും നോമ്പ് വിൽക്കലുണ്ട് എന്നാണ്. എന്താ കാരണം പറഞ്ഞിരുന്നു പറഞ്ഞു. നോമ്പ് 30 കുറുമത്താറ് നോമ്പ് വെച്ചാൽ എല്ലാ ദിവസവും നോമ്പ് വെച്ച കൂലി ഉണ്ട് എന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് വെച്ച കൂലി ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ പറഞ്ഞ് എല്ലാ ദിവസവും ഒരു കത്ത് ഓതണമെന്നാണ്. 3 കുൽവല്ലാഹ് ഓതിയാൽ ഒരു കത്ത് ഓതിയാൽ കൂലി ഉണ്ട് എന്നാണ്. ആ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അതും ഒഴിവായി. പിന്നെ ഉള്ളത് എന്താ, എല്ലാ ദിവസവും നോമ്പ് വിൽക്കണമെന്നാണ്. നോമ്പ് 30 കുറുമത്താറ് നോമ്പ് നോറ്റാൽ എല്ലാ ദിവസവും നോമ്പ് വെച്ച കൂലി ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് 3 ലോകം കഴിച്ചിലായിപ്പോയി. അല്ലാണ്ട് എല്ലാ തിങ്കളാഴ്ചയും നോമ്പുണ്ട്. നബി പറഞ്ഞ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച, അന്ന് നിങ്ങൾ സുന്നത്ത് നോമ്പ് വിൽക്കുകയെന്നാണ് പറഞ്ഞത്. ജനിച്ച ദിവസം സുന്നത്ത് നോമ്പ് വിൽക്കുകയെന്നാണ് പറഞ്ഞത്. ഈ മരിച്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് 9 മണിക്കാണ് നമ്മളെ നബി മരിച്ചത്. അന്നിപ്പോൾ അബൂജഹലുണ്ടെന്ന് വെച്ചാൽ ജാഥ നടത്തുന്നതിൻ്റെ കൂടുതൽ മുന്നിൽ ആരാ നടക്കുക? അബൂജഹൽ നടക്കും. അബൂജഹൽ മരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ. കാരണം നബി മരിച്ചിട്ട് 3 ദിവസം 9 നബീൻ്റെ 9 ഭാര്യമാരും 9 ഭാര്യമാരും ലക്ഷക്കണക്കിന് സാഹബത്ത് 3 ദിവസത്തേക്ക് പട്ടിണി കിടന്ന. അടുപ്പ് തീപ്പ് കഴിഞ്ഞിട്ടില്ല. കാരക്ക ഈത്തപ്പഴോ പച്ചവെള്ളമോ സംസം വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള അല്ലാതെ പട്ടിണി എന്നാ 3 ദിവസത്തേക്ക് 3 ദിവസം വരെ വെക്കേണ്ടി വന്ന് എന്തിട്ടാ എവിടെ മറ ചെയ്യാന്നുള്ള സംശയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സംശയം വെച്ച് ആടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഇട്ടാണ് 3 ദിവസം വെച്ച്. അന്ന് ആ 3 ദിവസം മരിച്ചോല് കേൾക്കുമെന്ന് വെച്ചാൽ നബീൻ്റെ ഭാര്യ ആയിഷ ബീവിൻ്റെ ഒരേലാള് നബി. എന്നാൽ ആയിഷ ബീവിനോട് പറയാ, ആയിഷ ഇന്നെ 3 ദിവസം ഒന്നും വെച്ചേക്കണ്ട, നീ എല്ലാവരോടും പറഞ്ഞേച്ചാൽ എന്നാലും അന്തിക്ക് പറഞ്ഞെന്ന് പറഞ്ഞേച്ചാൽ മതി. ഞാൻ ഇത് വെച്ചിട്ട് 3 ദിവസം വെച്ചേക്കണ്ട, വേഗം ഇവിടെ തന്നെ മറ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. ആർക്ക്? നബിക്ക്. കാരണം മരിച്ചോര് കേൾക്കുമെന്ന് വെച്ചാൽ നബിക്ക് അറിയാലോ ആയിഷ ബീവിനോട്. നബി മരിച്ചിട്ടാണെങ്കിലും നബി മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെ മരിച്ചോര് കേൾക്കുമെന്ന് പറയാനുള്ള 2 ഹദീസുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഹദീസ് എന്താണെന്ന് വെച്ചാൽ നബിൻ്റെ ജീവിതത്തിൽ ഈസാ നബി വരും. ഈസാ നബി പറഞ്ഞ് സലാം ചൊല്ലി അതിനോ സലാം അടക്കുക എന്തോ ചോദിക്കുകയൊക്കെ ചെയ്യും. അന്നപ്പോൾ അള്ളാഹ് റൂഹിനിട്ട് കൊടുത്താൽ പോരെ, നബിൻ്റെ ശരീരമൊന്നും ആവില്ല. പിന്നെ നമ്മൾ മരിച്ച് മയ്യത്തെടുത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പോരുന്ന നേരം ലാസ്റ്റ് പോരുന്ന ആളെ ചെരുപ്പടീൻ്റെ വെച്ച് ആരും മയ്യത്ത് കേൾക്കുന്നുണ്ട്. അത് ഹദീസിലുള്ളത്, ഖുർആനിലില്ല. അതെന്താണെന്ന് വെച്ചാൽ അത്രയും വേഗം മയ്യത്തിന് നമ്മളെ റൂഹ് കൊണ്ടുവന്ന് റൂഹ് മേലെ ദേഹത്തിടും. റൂഹ് ഇട്ടാലേ കേൾക്കുള്ളൂ. കാരണം ഇപ്പം ഞാനിപ്പോൾ മരിക്കാൻ ആളാണ്. എൻ്റെ ചുറ്റോടിട്ട് എത്രയോ ആൾക്കാരുണ്ട്, വേറെ ആരും ഇല്ല, ഞാനേ മരിക്കാനായത്. അന്നപ്പോൾ മലക്കുകളും കൊണ്ട് വരുന്നതും ആകുന്നതൊക്കെ നമ്മൾ കാണും. ഇവിടെ ഒരു മലക്കുണ്ട്, ഇവിടെ ഒരു മലക്കുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. മലക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെ. അന്ന് ഞാൻ മോശക്കാരനാണെങ്കിൽ ഞാൻ വിളിച്ച് പറയും, പഠിച്ചവനെ എൻ്റെ ആയുസ്സിനെ നീട്ടിയിട്ടുണ്ട്, ഞാൻ അത് ചെയ്തോളാം ഇത് ചെയ്തോളാം. അത് ആരും കേൾക്കില്ല. ഉറക്കം പറഞ്ഞാലും ആരും കേൾക്കില്ല. ഉറക്കാൻ പറയാം, പക്ഷേങ്കിൽ ആരും പറഞ്ഞിട്ട് കേൾക്കില്ല. അന്നപ്പോൾ മലക്കളെയും കാണും, എല്ലാം കാണും, കേൾക്കുകയോ ഒക്കെ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കില്ല. പിന്നെ മറ ചെയ്ത് ജീവൻ ഇടുന്ന സമയത്ത് ആൾ അങ്ങോട്ട് മത്സരങ്ങൾക്ക് എത്തിയാൽ മലക്കളെയൊക്കെ കാണുകയാണ്, എല്ലാം ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതായത് അബൂജഹലിൻ്റെ മോൻ ഇക്രിമത്ത് ബദർ യുദ്ധത്തിൽ അവിടെ പോയി ബദർ യുദ്ധത്തിൽ അബൂജഹൽ മരിച്ചു. ഇനി മുഹമ്മദിൻ്റെ ഇടയിൽ നിന്നിട്ട് കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് അബൂജഹലിൻ്റെ മോൻ ഇക്രിമത്ത്
രാജ്യം വിട്ടു പോവുക. കപ്പലിൽ കയറി കുറച്ചങ്ങോട്ട് എത്തി പോവുക, കപ്പൽ ആടിക്കുഴഞ്ഞ് കാറ്റ് വന്നിട്ട് ആടിക്കുഴഞ്ഞ് അറിയാൻ പോയപ്പോൾ ലാത്തേ കാക്കണേ, മനാത്തേ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ, മൂസാ നബിയെ കാക്കണേ എന്ന് പറയൽ തുടങ്ങി. അന്നപ്പോൾ കപ്പിത്താൻ പറഞ്ഞു അതൊന്നും പോരാ, അള്ളാഹ് നേരിട്ടുള്ള അള്ളാഹ് തന്നെ പറയുന്നതാണ്. അന്നപ്പോൾ അബൂജഹലിൻ്റെ മോന് ചോദിച്ച് അങ്ങനെ തന്നെ പറയണമെന്ന് ചോദിച്ചാൽ അതല്ല മുഹമ്മദും പറഞ്ഞതെന്ന്. അങ്ങനെ കപ്പലിൽ വെച്ചിട്ട് അബൂജഹലിൻ്റെ മോന് ഇക്രീമത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ച് പറഞ്ഞ് പടച്ചോനോട് ദുആർന്ന്, പടച്ചോനെ ഇവിടെ നീങ്ങി രക്ഷപ്പെടുത്തിയാൽ മുഹമ്മദിൻ്റെ എരിയത്ത് പോയിട്ട് ഓൻ്റെ മതം സ്വീകരിച്ചോളാന്ന്. അങ്ങനെ പടച്ചോൻ രക്ഷപ്പെടുത്തി അവിടുന്ന് കപ്പലിന് ഇറങ്ങി നബീൻ്റെ എരിയത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ച് ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് യുദ്ധം ചെയ്ത് ഷഹീദായ ആളാണ് അബൂജഹലിൻ്റെ മോൻ ഇക്രീമത്ത്. കാരണം നമുക്കിപ്പോൾ ഒരു സുഖേടൊന്ന് യാസി സിർക്കയ്യ മക്കാ മുശ്രിക്കുകൾ എന്ന് വെച്ചാൽ അവരിപ്പം മരിക്കുമെന്ന് വെച്ചാൽ അള്ളാഹനെ മാത്രമേ ഓല് വിളിച്ചിട്ടുള്ളൂ. ഓലെക്കാട്ടി മോശമാണ് നമ്മൾ, മക്കാ മുശ്രിക്കളെക്കാട്ടി മോശം. മക്കാ മുശ്രിക്കുകൾ മരിക്കും. ഇപ്പോൾ നമ്മൾ മരിക്കാൻ യാസി ക്യാൻസർ രോഗമോ വേറെന്തെങ്കിലും ആയിട്ട് ഏർവാടിക്ക് ഒരു നേർച്ച അറിയി, അല്ലെങ്കിൽ മമ്പർത്തൊക്കെ ഒരു ജാറ് മൂടാൻ നേർച്ച അരി എന്നാലും മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് യാസി ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മക്കാ മുശ്രിക്കളെക്കാട്ടി കഷ്ടമാണ്, ഓല് പിന്നെയും തന്ന് അങ്ങനെയാണ് സ്ഥിതി. സംഗതി അറിയുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഇന്ന് വരെ നമ്മൾ തെറ്റ് ചെയ്ത് അത് നമ്മൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഞാൻ ഇതുവരെ പല തെറ്റും ചെയ്ത് പോയിട്ടുണ്ട്, ഒക്കെ എനിക്ക് പുറത്തു കൊണ്ടുവന്ന് അള്ളാഹ് പുറത്ത് തരൂ. അതായത് നബീൻ്റെ കാലത്ത് ഏതോ നാട്ടിൽ നിന്ന് എടുത്ത ആൾ വന്ന് നബി വന്നിട്ട് നബീൻ്റെ ഏരിയത്ത് വന്നിട്ട് എത്രയോ ദിവസം കൊണ്ടാണ് എത്തിയത്. ഒട്ടകപ്പുറത്തോ ഇതിൻ്റെ ഒട്ടകപ്പുറത്തോ പിന്നെ കുതിരപ്പുറത്തോ പിന്നെ ഈ എന്തൊരു സാധനം ഉണ്ടല്ലോ, എന്തെന്നാ പറയുക, അറബ് രാജ്യത്ത് നടക്കുന്ന സാധനം ഒട്ടക കുതിര പിന്നെ കൈതൻ്റെ പുറത്തോ അങ്ങനെ എന്താ വന്നതാണ്. അങ്ങനെ വന്ന് നബീനെ കണ്ട് നബീൻ്റെ ഏരിയത്ത് നിന്ന് നബി ഏരിയത്തേക്ക് എന്നപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ നബിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷഹാദത്ത് ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 ഇതൊക്കെ ആണെന്നൊക്കെ അവക്കെ സ്വീകരിച്ച് ഞാൻ എല്ലാം സ്വീകരിച്ചെന്നാണ്. ലാസ്റ്റ് ഷഹാദത്ത് കൽമ ചൊല്ലിക്കൊടുത്തു. അവൻ ചൊല്ലിയപ്പോൾ അയാൾ ഇറക്കിൾക്ക് വീണപ്പോൾ നബിയെ അരിയത്തേക്ക് നോക്കുമ്പോൾ പിന്നെ നബി ബേക്കോട്ട് മാറി. അന്നപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ നിങ്ങൾ എന്തിനാ എരിയത്തേക്ക് എന്നിട്ട് ബേക്കോട്ട് മാറിയെന്താണ്? സ്വർഗത്തിൽ നൂറിലിങ്ങൾ വന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് അയാൾക്ക്. കാരണം അതുവരെ ഇസ്ലാം അല്ലെങ്കിലും അന്നപ്പോൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് അത്രയും നമ്മൾ ഇസ്ലാമിലേക്ക് എപ്പം സ്വീകരിക്കുക എന്നപ്പോൾ നമ്മൾ മുസ്ലിമായി, ശരിക്കുള്ള മുസ്ലിമായി. മുസ്ലിം അല്ലാത്ത ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. കാദ്യാനി എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, ഓല് മുസ്ലിങ്ങളല്ല, അല്ലാതെ നബിയിലും വിശ്വസിച്ചാലേ അല്ല. അതുപോലെ സിയാക്കൾ ഇറാനുള്ള ആൾക്കാർ അവരെ ഇതായിട്ട് സദക്കത്തുള്ള ഖാദിരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. സദക്കത്തുള്ള ഖാദിരിയല്ല, കാസിമി മുത്തേടോ. ഈ കാസിമി മുത്തേടോ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം അല്ല എന്ന് തന്നെ പറയാം. കാരണം ആദ്യം നല്ല ഒരാളാണ്, ഖുർആൻ്റെ പരിഭാഷ വരെ എഴുതിയാണ്, നല്ല മുസ്ലിമാണു. അങ്ങനെ അയാളിപ്പം പോയിട്ട് അയാൾക്ക് പണി ഇറാനിൽ പോയിട്ട് ആടുന്ന പോലോട് നല്ല പൈസ കിട്ടും. അവിടുത്തെ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആണ് ഇതാക്കുന്നത്. കാരണം ഖബറിലെടുത്ത് ജാറത്ത് പോയിട്ട് ദ്വാരക്കാനൊക്കെ ആരുണ്ടാക്കിയതാ? സിയാക്കളെ വക ഉള്ളതാണ്. അല്ലാണ്ട് നബിയോ ആടുന്ന് 12 ആളും ആർക്ക് ദീനാറും 12 ആളും ഉണ്ടോന്നൊന്നും ജാറൊന്നും ഉണ്ടാക്കിയില്ല. എന്നതിൻ്റെ ശേഷം ഇവിടുന്ന് സിയാക്കളെ വിശ്വാസം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതാണ് ഇത് ഇവിടെ നടക്കുന്നത്. ജാറത്ത് പോയിട്ട് ദ്വാരം നിൽക്കുകയാണ്. അവനാൻ്റെ ഉമ്മൻ്റെ വാപ്പൻ്റെ കവറുമ്പുറത്ത് പോയി ദ്വാരക്കുന്ന സുന്നത്താ. ജാറത്ത് പോയി ദ്വാരക്കുന്ന സിർക്ക് അള്ളഹാനോട് ചോദിക്കേണ്ടി ഇവരോട് ചോദിക്കുക. അതാണ് സിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളഹാനോട് ചോദിക്കുന്ന കാര്യം വേറെ ആരോടും ചോദിക്കാൻ പാടില്ല, അള്ളഹാനോട് നേരത്തെ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹ് എന്ത് പറഞ്ഞു? അതായത് അബൂലഹബ് നബീൻ്റെ മൂത്താപ്പാണ് അബൂലഹബ് ഈ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അതുവരെ അല്ലമീൻ നബിക്ക് പേരിട്ടത്, വിശ്വസ്തൻ. അങ്ങനത്തെ നബി എന്താക്കി ഇസ്ലാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് വെച്ചിട്ട് നിങ്ങൾ അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ പറഞ്ഞപ്പോൾ നബീൻ്റെ മൂത്താപ്പ് പറഞ്ഞു, നിനക്ക് നാസം മുഹമ്മദ് എന്ന് പറഞ്ഞു. അതിന് ഇറങ്ങിയ സൂറത്ത് തബ്ബത്ത് അതാ അബീലബിയും വത്തബ്. അബൂലബിൻ്റെ 2 കൈ നശിച്ച് ചീഞ്ഞലഞ്ഞിട്ടാണ് മരിച്ചു പോയത്. അന്നപ്പോൾ അത്രയാണ് അബൂലഹബ് നബീൻ്റെ മൂത്താപ്പാണ്. വേറെ അബൂ താലിബോ അബൂ മുത്തലിബോ അങ്ങനെ ഏതോ ഒരാളുണ്ട്, അതും നബീൻ്റെ മൂത്താപ്പാണ്.
നബി ഇങ്ങനെ തടകിയ കാലിൻ്റെ അവിടെ എത്തിയപ്പോൾ ജിബിരിയിലെന്ന കാല് കഴിയിട്ട് ചെരുപ്പാൽ തീയാലുള്ള ഒരു ചെരുപ്പാണ് അയാൾക്ക് നരകത്തിൽ. കാരണം നബീൻ്റെ അടുത്ത് പോറ്റിയ ആളായിട്ടും നന്നാക്കാനായിട്ടില്ല. ഞാൻ ഈ പറയുന്നതുകൊണ്ടും നിങ്ങളാരും നന്നാവുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, 15 വയസ്സ് വരെ വർഷം ഒരു തെറ്റും ചെയ്യില്ല. എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് ശിക്ഷിക്കൂല. 15 വയസ്സിൻ്റെ ഇങ്ങോട്ട് വിശേഷ ബുദ്ധി തരുക. എന്നൊക്കെ ചിന്തിച്ച് നോക്കുക. ഇയാൾ പറയുന്നത് ശരിയാണോ? ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ടോ? അല്ലെങ്കിൽ മൂല്യന്മാരെ മതമാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മതമാണ്, അല്ലാണ്ട് മുഹമ്മദ് നബീൻ്റെ മതമല്ല. അൽഹാക്ക സൂറത്തിലാണ് നബീനെ വിളിച്ചിട്ട് പറഞ്ഞത്, നമ്മുടെ പേരിൽ അദ്ദേഹം വല്ല വാക്കും കെട്ടിച്ചെറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവനാടി ഞാൻ വലത് കൈ കൊണ്ട് മുറിച്ച് കളയത്. അള്ളാഹിൻ്റെ മതമാണ് ഇസ്ലാം മതം. അതിലൊക്കെ ഒന്നും ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ നബിക്ക് വരെ കൊടുത്തിട്ടില്ല. നബിനേക്കാളും മുന്തിയ ആളാണ് മൂല്യന്മാർ. മൂല്യന്മാർ ഒക്കെ നബിയാണെന്ന് പറയണേണ്ടി വരും പറഞ്ഞാൽ. അന്നപ്പോൾ മൂല്യന്മാരും ചിന്തിക്കുക, ഏതൊരു തങ്ങളായ ഒരാളെ മുത്തക്കോയ എത്തോർക്കോയ തങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ മുജാഹിദികൾക്ക് വരുന്നില്ല, ഇനി ക്രിസ്ത്യാനികൾക്ക് പോയാലും മറ്റേ ഹിന്ദു മതത്തിലേക്ക് പോയാലും മുജാഹിദികൾക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ്. അത് വരണമെന്ന് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നെച്ചാൽ മതി മുജാഹിദികൾക്ക്. അല്ലാണ്ട് നമുക്ക് നിർബന്ധമല്ല. അള്ളാഹ് വിചാരിച്ച പോലെ വരുള്ളൂ. നമ്മൾ വിചാരിച്ച ആൾ വരട്ടെ വിചാരിച്ചാലൊന്നും വരൂല. ആരെയും നന്നാക്കാനുള്ള അവകാശം ആർക്കും അള്ളാഹ് കൊടുത്തില്ല. അള്ളാഹ് കണക്കാക്കി. അത് ഖുർആൻ ഒന്ന് വായിച്ച് നോക്കി, ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ വായിച്ച് നോക്കിയിട്ട് ഖുർആൻ എന്താ മരിച്ചു പോണ തടിയല്ലേ, എത്ര കാലം അവിടെ കിടക്കണം? മൈസറയിൽ തന്നെ 50,000 കൊല്ലം കിടക്കണം. അത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. പിന്നെ ആടെത്തിയാൽ പിന്നെ അങ്ങോട്ട് സ്വർഗത്തിലായാലും നരകത്തിലായാലും അവിടെ കാലാവധിയിൽ 1000 കൊല്ലോ 10,000 കൊല്ലോ 1,00,000 കൊല്ലോ ഇതില്ല. മരണമില്ലാത്ത ഒരു ലോകത്തൊക്കെ എത്തുന്നത്. അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളയും റസൂലും പറയുമ്പോൾ കേട്ട് നടന്നാലേ ആവുള്ളൂ. അള്ളാഹ് പറഞ്ഞ് ഖുർആനിലുണ്ട്, നബി പറഞ്ഞ ഹദീസിലും ഉണ്ട്. ശേഖന്നൂർ മൗലവി എന്ന് പറഞ്ഞ ആൾ നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു. അയാൾ 3 നേരത്തെ നിസ്കാരം ഒഴിവാക്കി. 3 നേരത്തെ നിസ്കാരം മതി എന്നാണ്. 3 നേരത്തെ നിസ്കാരമേ ഉള്ളൂ, 2 നേരത്തെ നിസ്കാരം ഹദീസിലേ ഉള്ളൂ. അയാൾ നോക്കിയുമില്ല. ഖുർആനും ഹദീസും നോക്കണമെന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ ഖുർആൻ കുറച്ച് ഹദീസ് അത്ര നോക്കി പറഞ്ഞിട്ടില്ല. ഹദീസും നോക്കണം, ഹദീസിൽ എന്തൊക്കെ പറഞ്ഞിട്ട് അള്ളയും നബിയും പറയുമ്പോൾ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ 10 സലാത്ത് നബീൻ്റെ പേരിൽ 10 സലാത്തല്ല. പിന്നെ എല്ലാ ബാങ്കിലും സലാത്ത്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കാൻ അള്ളാഹു സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ ബാർത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് പറയേണ്ടത്. അല്ലാഹുമ്മ റബ്ബാദി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമാത്തി മുഹമ്മദിൻ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയത മഖാമം മഹ്മൂദിൻ അല്ലദീ വഅത്തുഹു എന്ന് വരെ ഉള്ളൂ. അയത്തവും വരച്ചുക്കുന്ന ശപായത്തോ യൗമൽ ഖിയാമ ഇന്നക്കലാത്തോ ഫിലിം ഉസ്താദിൻ്റെ വക. അതാണ് ശിർക്കും വിദ്യാർത്ഥം. അല്ലാണ്ട് സുന്നിയിൽ വേറൊന്നുമില്ല. ശിർക്ക് ചെയ്തവന് സ്വർഗം മറാമ, വിദ്യാർത്ഥി ചെയ്തവന് സ്വർഗത്തിൽ കിടക്കൂല എന്നില്ല. വിദ്യാർത്ഥി കല്യാണം എപ്പോഴും സ്വർഗത്തിലാണല്ലോ, എപ്പോഴും ദാഹം ഉണ്ടാവും. നബീൻ്റെ അബ്ദുൽ കൗസർ കിട്ടൂല. നമ്മളെ നബി കാണുമ്പോൾ എല്ലാവരും ഒതുവർപ്പിക്കുക, കൈ നീട്ടിക്കെക്കണം എന്നൊക്കെ പറയുന്നതിനാ. നബീൻ്റെക്ക് നമ്മളെ കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി നബി ഇങ്ങനെ വാടി വിളിക്കും, വരി എന്ന്. അന്നപ്പോൾ എരിയത്തേക്ക് ചെല്ലുന്നതായിരുന്നു നബി. അള്ളാഹ് മോളിനെ വിളിച്ചറിയും, നബിയെ നിങ്ങൾ മരിച്ചതിന് എത്ര വിധേയത്ത് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല നബി. അന്നപ്പോൾ നബി അറിയും സൂഹിക്കാൻ അങ്ങനെ 3 വട്ടം പറയും. പിന്നെ അതിൻ്റെ ഇടയിൽ മറട്ടാളും പഠിച്ചവന്. പിന്നെ നബിക്ക് നമ്മളെയും കാണാൻ പറ്റില്ല, നമുക്ക് നബീനെയും കാണാനും പറ്റില്ല. അങ്ങനെ അതായത് അള്ളയും നബിയും പറയുമ്പോൾ കേൾക്കുക. അല്ലെങ്കിൽ ഷഹാദത്ത് കൽമയുടെ നിന്നിട്ട് വേറെ ഇത് ചെയ്യാൻ നിൽക്കുക. എന്നാലും കുറേ കാലം കഴിഞ്ഞാലും സ്വർഗത്തിലിടും. കാരണം അള്ളാഹും നബിയിലും വിശ്വസിക്കുക. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ നബിയിൽ വിശ്വസിച്ചില്ല. ഓരോ നോമ്പാണ് കുർമത്താർ നോമ്പ് എന്ന് പറഞ്ഞാൽ. കുർമത്താർ നോമ്പല്ല, ഈ എന്നിട്ട് 9ഉം 10ഉം എന്നുള്ളത് മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള നോമ്പ് ഓലതാ. അത് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, നബിൻ്റെ മോളെ മക്കൾ ഹസൈനാർ ഹുസൈന കർബല യുദ്ധത്തിൽ ഷഹീദായ അതിൻ്റെ ഓർമ്മ ആയിട്ടാണ് സിയാക്കൾ 10 നോമ്പ് വെൽക്കുന്നുണ്ട്. അത് നമുക്ക് ഏൽപ്പിച്ച് തന്നതാണ്. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ നോമ്പ് വെൽക്കലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോൽക്കലില്ല. ഇപ്പോൾ 9ഉം 10 തന്നെ നോൽക്കലേ ഉള്ളൂ. കാരണം നബി 10 നോറ്റിയുള്ളൂ. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 നോൽക്കുന്നു. കാരണം നബി പറഞ്ഞത് ചെയ്യുക. അതെങ്കിൽ 10 9ഉം 10ഉം നോൽക്കുക. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, നബി ജനിച്ച ദിവസം നോമ്പ് വെക്കുക.
നബി മരിച്ച ദിവസമാണ് നമ്മൾ ആടിപ്പാടിയും ചാടിയൊക്കെ കളിക്കുക. നബീൻ്റെ ഉമ്മത്തോ അല്ലെ അബൂജാഹിലിൻ്റെ ഉമ്മത്തോ നമ്മൾ ചിന്തിച്ച് നോക്കുക, വേറെ ഒന്നും വേണ്ട, സ്വന്തം ചിന്തിച്ചാൽ കിട്ടുമോ? കാരണം ഒരാൾ മരിച്ചെടുക്കുമ്പോൾ നബിദിനാണെന്ന് പറഞ്ഞ് ചാടിക്കളിക്കുക, മുത്തായി വിതരണം ചെയ്യുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെന്നാ അതിൻ്റെ അർത്ഥം ഒന്ന് ചെറുങ്ങനെ ചിന്തിച്ചാൽ മതി. യാസി ചിന്തിക്കാൻ യാസി മണ്ട കൊടുക്കാനൊന്നുമില്ല, മൊയ്ലിയാരും തങ്ങളൊന്നും പറയണമെന്നില്ല. മരിച്ച ദിവസം റബീഉൽ അവ്വൽ 12-നാണ് ആണ് 9 മണിക്കാണ് നമ്മൾ മരിച്ച ലോക റിക്കാർഡാണ്. കാരണം വെച്ചാൽ അന്ന് നബിയാണ്, രാജാവാണ്. നബി ജനിക്കുന്ന സമയത്ത് അതൊന്നുമില്ല. നബി പറഞ്ഞ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച, അന്ന് സുന്നത്ത് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നബിദിനം കഴിക്കാൻ നബി പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞിട്ടില്ല സുന്നത്ത് നോമ്പ് വെക്കാനോ ഒന്നും നബി പറഞ്ഞിട്ടില്ല. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ്, എല്ലാ വ്യാഴ്ചയും നോമ്പ്, പിന്നെ എല്ലാ മാസവും 13, 14, 15 നോമ്പ്. അത് കൂട്ടി നോക്കി എത്ര നോമ്പായിരുന്നു. പിന്നെ 9, 10 നോമ്പ്, അറഫ നോമ്പ് വേറെ, പിന്നെ റമദാൻ മാസം 30, പിന്നെ റജബ്, ഷഅബാൻ, റമദാൻ, പിന്നെ കുടുംബത്താറും കൂടിയിട്ട് 96 നോമ്പ് ഒന്നിച്ച് നോക്കുന്നവരുണ്ട്. അതും നബി പഠിപ്പിച്ചതല്ല, അള്ളാഹ് നബി പഠിപ്പിച്ചതല്ല. നോമ്പ് തോന്നെ നോറ്റി വിചാരിച്ച് സ്വർഗത്തിൽ പോകുന്നില്ല. അള്ളാഹ് നബി എന്താ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അത് നോക്കുക. അല്ല പിന്നെ നബി യാസി പറ്റില്ല, അതുപോലെ നമുക്ക് നോക്കുക. നോമ്പെടുത്ത് പട്ടിണിയാണ് ഒന്നുമില്ലയെന്ന് വെച്ചാൽ നബി അറിയുന്നത് നോമ്പ് എന്ന് പറയും. അങ്ങനെ നമുക്ക് നോമ്പ് വെൽക്കാം. പട്ടിണി അറിഞ്ഞ് നോമ്പ് വെൽക്കണമെന്ന് നമ്മളോട് പറഞ്ഞു. നബി പട്ടിണിയായിട്ട് അങ്ങനെ നോറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുക. വേണമെങ്കിൽ നോമ്പെടുത്ത് എണീച്ചൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നോമ്പാന്ന് പറഞ്ഞ് നമ്മൾ നോമ്പ് വെൽക്കാം. നബി ചെയ്തവനൊക്കെ ചെയ്യാം. മിറാജിന് പോകാനാവില്ല, 9 പെണ്ണ് കിട്ടാനാവില്ല, 4 പെണ്ണ് കിട്ടി നിർത്താം. ഇങ്ങനെയൊക്കെയാണുള്ളത്. അന്നപ്പോൾ അത്രയും ഈ മുജാഹിദുകൾ ത്യാഗം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 10 പൈസ ഇതുവരെ ആരുമായിട്ട് അടിപിടി കൂടിയോ വേറെന്തോ ഒക്കെ ഒരാൾ കുത്തിക്കൊല്ലോ ഒന്നും ചെയ്ത് കേസില്ലല്ലോ, എന്നിട്ടല്ലാതെ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ പറവൂർ 40 ആളാണ് ഒരാളുടെ വീടുകൾ കയറി ഖുർആനും നോട്ടീസും ഒക്കെ കൊടുത്ത് ഇങ്ങനെ കയറിയിട്ട് BJPക്കാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ആക്കിയത്. എന്നിട്ടൊരു ജാഥ വരെ ഞങ്ങൾ നടത്തിയില്ല. ജാഥ നടത്താൻ പാടില്ല, കാരണം റോഡ് ബ്ലോക്കാക്കാൻ പാടില്ല, നബീൻ്റെ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് ആളില്ലാഞ്ഞിട്ടോ ഞങ്ങളെക്കൊണ്ട് ആകാഞ്ഞിട്ടോ ഒന്നും അല്ല അതും ചെയ്യാത്തത്. അള്ളാഹ് നബി എന്താ പറഞ്ഞത് അവിടെ നിൽക്കുക, അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും നമ്മളെ വകമായിട്ട് സ്വന്തം പായലില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് നോക്കുക മനസ്സുകൊണ്ട്. എന്നാൽ നമ്മൾ പിരിയുക. അസ്സലാമു അലൈക്കും. ഞാൻ മരിച്ചിക്കാണ്, എല്ലാവരും മയ്യത്തൊക്കെ ഇരിക്കാൻ വരണം. എൻ്റെ പേര് അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാണ്, ലോക്കൽ അഹമ്മദ് കുട്ടി എന്നാണ് പറയുക. ഹജ്ജിന് ചെയ്ത് അത് കൂട്ടണ്ട. ഹാജിയാരെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, പറഞ്ഞവരോട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ ഹജ്ജിന് ചെയ്ത് നമ്മളെ കൂലി, നമ്മളെ തെറ്റുകളൊക്കെ പുറത്ത് നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് ഇപ്പോൾ ഒരു ഇഞ്ച് സ്ഥലവും ഇല്ല. ഇപ്പോൾ സുഖമില്ലാണ്ട് കിടപ്പിലാണ്. അതിനാരെങ്കിലും തന്നെങ്കിലും ഇങ്ങനെ ജീവിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ആ ദീർഘായുസ്സ് കിട്ടണേനെ പഠിച്ചവനോട് പറഞ്ഞ് എത്രയും ആൾക്കാരോ ആരോടും എങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഒരാൾ കേട്ട് വകയിലെങ്കിലും പഠിച്ചവനെ നമുക്ക് എന്തെങ്കിലും തന്നെങ്കിൽ തരികയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇനി യോഗ ഉണ്ടെങ്കിൽ പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.